കാരണം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് പ്രദീപ് എന്നാണ്. ഇന്ന് കമ്പനിയുടെ STC എന്ന റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാൻ പറ്റും, എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഇതുപോലുള്ള നിരവധി പ്രോഗ്രാമുകൾ, ഇപ്പൊ റീഗ ആണെങ്കിലും അതുപോലെ തന്നെ ഐപ്ലയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ റീഗ്നേറ്റും, ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് വലിയ രീതിയിലുള്ള ബിസിനസിനെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളുടെ തുടക്കമാണ്. ഈ ഒരു ഏതൊരു സാധാരണക്കാരനെയും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കാനും അതിനനുസരിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ഊർജം പകരുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ സക്സസ്ബറി ഗ്ലോബലിന്റെ ഫൗണ്ടേഴ്സ് ഫാമിലി, നമ്മുടെ മനോജ് സാറിനും അതുപോലെ തന്നെ ലതാ മാഡത്തിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു മഹത്തായ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാവാതെ തന്നെ ഈ ഒരു അവസരത്തിലേക്ക് വന്ന നിരവധി ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ സക്സസ്ബറിയുടെ എൻ്റെ ടീം അംഗങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നമുക്കൊരു ലേഡി ലീഡർ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ പറയും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാൽ ഇവിടെ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു സംരംഭകയായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിയിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. മറ്റാരുമല്ല, നമ്മുടെ ചെറുകോടിന്റെ ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ ആയിഷ മാഡം. വണ്ടൂര് ചെറുകോടാണ് മാഡത്തിന്റെ സ്വദേശം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ബിസിനസ്സിൽ വളരെ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. എന്റെ ഒരു അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും, ആയിഷ മാഡത്തിന്റെ ഒരു ടീമിൽ അല്ലെങ്കിൽ മാഡത്തിന്റെ ആ ഒരു ലീഡർഷിപ്പിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ ഞാൻ മാഡത്തിനെ വളരെ സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ അഭിമാനത്തോടു കൂടിയും ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ആയിഷ മാഡം ഫ്രം ചെറുകോട്. താങ്ക് യു പ്രദീപ് സാർ. പ്രദീപ് സാർ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ വിളിച്ചതിൽ, ഇതുപോലൊരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിവ് നൽകി തന്ന, അതല്ലെങ്കിൽ ഇതിൽ വരാൻ വേണ്ടി എനിക്കൊരു അവസരം തന്ന ദൈവത്തിനോട് ആദ്യമായി തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ഇതുപോലുള്ള ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും ഇപ്പൊ ഇത്രയും ആളുകൾക്ക് നമ്മുടെ എൻ്റെ SBG ഫാമിലി മുഴുവനായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്യാൻ എന്നെ നിർദ്ദേശിച്ചതിൽ ഇനി വളരെയധികം മനോജ് സാറിനോടും ലതാ മാഡത്തിനോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടീമിലുള്ള STC ലീഡറായിട്ടുള്ള, ഒരുപാട് ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒരു ടീമിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് പ്രദീപ് സാറ്. തുടക്ക സമയത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകളോട് കൂടെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ കണ്ടിരുന്ന ഒരുപാട് ഭാര്യയാണ് ഈ ബിസിനസ്സിൽ ആദ്യമായി വന്നത് വിനീഷ മാഡം. വളരെയധികം സ്ട്രഗിളിങ്ങോട് കൂടെ ഈ ബിസിനസ് ചെയ്ത് ഹസ്ബൻഡിനെ ഇതിൽ കൺവിൻസ് ചെയ്ത് ഈ ഒരു ബിസിനസ്സിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു അവസരത്തിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പ്രദീപ് സാറിനും ഭാര്യ വിനീഷ മാഡത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി കടപ്പാടും അറിയിക്കണം. എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലത്തെ ഓരോ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു രീതിയിൽ പ്രാപ്തരാക്കിയ SBG എന്ന സിസ്റ്റത്തിനോടും, സിസ്റ്റത്തിന്റെ ഫൗണ്ടറായിട്ടുള്ള, അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനോടും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എന്നെ പോലത്തെ സാധാരണ വീട്ടമ്മമാർക്ക് ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഏകദേശം 6 വർഷം മുന്നേ കേട്ട സമയത്ത് ഒരിക്കലും എനിക്ക് ഇതുപോലത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനോ അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഫാമിലിയിലും ഇതുപോലത്തെ ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഞാൻ ഉറക്കത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. സാധാരണ ഒരു വീട്ടമ്മയായി അതിൽ കവിഞ്ഞ് ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെറും ഒരു ടൈലർ, ഒരു സ്റ്റിച്ചിങ് ഫീൽഡ് മാത്രം. ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഇനി എന്റെ ജീവിതം ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ മാത്രം ഒതുക്കിയിട്ട് എന്റെ ജീവിതം കഴിഞ്ഞു പോകും. ഏകദേശം ഒരു 10-65 വയസ്സ് വരെ കണ്ണട വെച്ചിട്ടെങ്കിലും തുന്നാൻ പറ്റിയേക്കും. ഏറി വന്നാൽ അതില് തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ 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 എന്റെ കാലം അത് കഴിഞ്ഞു പോകും. ഇതുള്ളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. അതല്ലാതെ എനിക്ക് ഒരുപാട് വ്യക്തികളിലേക്ക് 10,000-ലേറെ ഫാമിലിയിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുമെന്നോ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്നോ ഇതിൽ വന്ന സമയത്ത് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ സാധാരണ ഏതൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഏതൊരാൾക്കും ആ ഒരു മേഖല, ഏതൊരു മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും തന്നെയാണ് മുന്നോട്ട് പോകുക. അവനവന്റെ ജീവിതം ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനോ അതല്ലെങ്കിൽ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം വേണ്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആവശ്യപ്പെടുന്ന അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനോ ഒന്നും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഒട്ടുമിക്ക ആളുകൾക്കും കഴിയാറില്ല. അവനവന്റെ വരുമാനത്തിൽ ഒതുങ്ങിയിട്ട് അവനവന്റെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടി അതാണ് ശീലമാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിൽ ഒതുങ്ങിക്കൂടിയിട്ട് നമ്മൾ അതിനോടത് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് 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 പ്രതീക്ഷകളും ഇതിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാനും എന്റേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോരാൻ പറ്റും എന്നുള്ളതും ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട് മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എന്റെ മെന്ററും കൂടി ആയിട്ടുള്ള നിഷാന്ത് സാറിന് വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ എന്നെ ഒരു RTC എന്നൊരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രഗിളിങ്ങിലൂടെ ആണ് എത്തിയിട്ടുള്ളത്. എന്നാലും ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സില് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലോ ഒരു വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ 100% നല്ലതാണ് എന്ന് വിശ്വസിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സർവശക്തനൊരു വിശ്വാസം, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ മനസ്സിനൊരു ധൈര്യം തന്നു. അതുകൊണ്ട് മാത്രം ഈ ഒരു ലെവലിൽ എത്തി. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും എത്താനുണ്ട്. വന്ന സമയത്ത് ഇന്ന് എന്നെ പുതിയതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മേഖല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ നല്ല ആവേശത്തോടു കൂടെ നമ്മളുടെ അപ്ലൈന് നമ്മളെ കൊണ്ടുവന്ന വ്യക്തി പറയുന്നത് കേട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല ആവേശത്തോടു കൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല രീതിയിൽ ആവേശത്തോടു കൂടെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം ഒരു 3 മാസം തികയുന്നതിന്റെ മുന്നേ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കാനും തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 3 മാസത്തിനുള്ളിൽ നമ്മളോട് പറയും, പുതിയതായി വന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഏതൊരു മേഖലയിൽ വരുന്ന സമയത്ത് നമുക്ക് മുന്നിൽ നിന്നിട്ട് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ, നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഒരു വ്യക്തികൾ ഉണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്ന് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്കതൊക്കെ അറിയാം, എന്നെ കൊണ്ട് പറ്റും, എനിക്കൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അവനേക്കാളും വിദ്യാഭ്യാസം, അവനേക്കാളും കഴിവും, അവനേക്കാളും അറിവും ജീവിതത്തിലെ എക്സ്പീരിയൻസും എനിക്ക് അവനേക്കാളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന ചിന്താഗതി ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് മേഖല ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, എത്ര വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ, എത്ര ജീവിത പരിചയമുള്ള ആളുകളായിക്കോട്ടെ, ആളുകളെ ഡീൽ ചെയ്ത ആളുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ച, ഈ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി ആരാണോ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി പറയുന്നത് 100% നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രമേ പറയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്നെ ഈ ഒരു മേഖലയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഞാൻ ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് എന്നോട് എന്താണോ എന്റെ അപ്ലൈ പറഞ്ഞത്, ഈ ബിസിനസിന് വേണ്ടിയിട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മീറ്റിങ്ങിന് എത്തണം, ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തികൾ, എത്ര വ്യക്തികൾ ഇന്ന ദിവസത്തിന്റെ ഉള്ളിൽ കാണണം, ഇന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് വെക്കണം, ഇത് പറഞ്ഞതിനൊന്നും തന്നെ ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ആദ്യമായി ജോയിൻ ചെയ്ത സമയത്ത് കയ്യിൽ 1 രൂപ പോലും കയ്യിലില്ലാത്ത സമയത്താണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ടൈലർ ഷോപ്പിനുള്ള വാടകയും കറണ്ട് ബില്ലും കൊടുത്ത് 350 രൂപ പോലും എന്റെ കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ എന്നോട് എന്റെ അപ്ലൈയും പറഞ്ഞു,
ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം ഒരു എത്ര വേണം പൈസ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് 35,000 രൂപ വേണം എന്ന് പറഞ്ഞു. 35,000 രൂപക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ സമയത്ത് എന്റെ 3 അപ്ലൈൻമാര്, ഡയറക്റ്റ് നിഷാന്ത് സാർ അല്ല എന്നെ കൊണ്ടുവന്നത്, എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത നിഷാന്ത് സാറിന്റെ താഴത്തായിട്ടുള്ള 3 അപ്ലൈൻമാരുണ്ടായിരുന്നു എനിക്ക്. ഈ 3 വ്യക്തികളും എന്നോട് പറഞ്ഞത് നിങ്ങൾ തൽക്കാലം 35,000 പ്രൊഡക്റ്റ് വാങ്ങിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്രക്ക് എടുത്തിട്ടുണ്ട്, അവരെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അവര് രണ്ടും വീണ്ടും എടുത്തിട്ട് അവരും 25-30 എടുത്തിട്ടുണ്ട്. അപ്പൊ എടുക്കുന്നത് ആദ്യം തന്നെ എടുത്താ അതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നി. നിഷാന്ത് സാറ് പറഞ്ഞത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അദ്ദേഹത്തിന്, എന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ആ പ്ലാൻ പറഞ്ഞു തരാനും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തർ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും 35,000 രൂപക്കൊക്കെ എങ്ങനെ പോനോട് പറയുന്നത്, അവൻ്റെ അടുത്ത് പോയി പൈസ ഉണ്ടാകുമോ, നമ്മൾ 1,000 രൂപക്കെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ പറയട്ടെ എന്ന ചിന്താഗതിയാണ് ഒട്ടുമിക്ക ആളുകൾക്കുള്ളത്. അപ്പൊ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നതിലൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്, എന്റെ അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു 1,000 രൂപക്കോ അതല്ലെങ്കിൽ 5,000 രൂപക്കോ ആണ് ഞാൻ പ്രൊഡക്റ്റ് എടുത്തിരുന്നത് എങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ബിസിനസ് ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ഒരു ബിസിനസ് കേട്ട സമയത്തും ഈ ഒരു ബിസിനസിന്റെ സാധ്യത പറഞ്ഞു തന്ന സമയത്ത് ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളത് ഞാൻ ഏറ്റെടുത്തത് കൊണ്ട്, എന്റെ മൈൻഡ് ഏറ്റെടുത്തത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പണം കണ്ടെത്തുകയാണ് ചെയ്തത്. കയ്യിൽ ആകെ ഒരു വള ഉണ്ടായിരുന്നുള്ളൂ, ആ വള വിറ്റിട്ട് ഇതിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് എന്നെ കൊണ്ടുവന്ന വ്യക്തി തന്നത് കൊണ്ട് തന്നെ എന്റെ 3 അപ്ലൈന്മാരും ആവശ്യത്തിനുള്ള ഇത് മാത്രം എടുത്ത് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിലും ഇതിൽ സത്യസന്ധമായ കാര്യം ഉണ്ട് എന്ന് അതിന്റെ മുകളിലുള്ള അപ്ലൈൻ പറഞ്ഞു തന്നതിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. 35,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുക്കൽ എന്റെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിലൂടെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു. അതിൽ ഏകദേശം ഒരു 15,000 രൂപക്ക് അടുത്തുള്ള ഉൽപ്പന്നം ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിന്റെ ആരോഗ്യ പ്രശ്നത്തിനുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചു ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ പുറത്ത് കുറച്ച് ഉൽപ്പന്നങ്ങൾ നിങ്ങളെ ഫാമിലിക്കും കൂടെ കൊടുക്കാനുള്ളത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ സമയത്ത് അതേപോലെ ഞാൻ ചെയ്തു. ഇന്ന് ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നല്ല, ഞാൻ വന്ന വഴി എനിക്കറിയാം, ഞാൻ സീരിയസ് ആയത് എനിക്കറിയാം. ഈ ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിച്ചതിലൂടെ എന്റെ പ്രൊഡക്റ്റ് ഒരു 14,800 രൂപന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്റെ കാലിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഉള്ളത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു. ആ ബ്ലോക്ക് എനിക്ക് ഇതിലൂടെ മാറിക്കിട്ടി, 100% മാറിക്കിട്ടി. ഞാൻ 100% കൺവിൻസ് ആയത് ഈ പ്രൊഡക്റ്റിലൂടെ അതുകൊണ്ടാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ബാക്കി പ്രൊഡക്റ്റ് ഏകദേശം ഒരു 18 ദിവസത്തിനുള്ളിൽ എനിക്ക് എടുത്ത പ്രൊഡക്റ്റ് മുഴുവൻ എനിക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വേണ്ടി എടുത്തതാണെങ്കിൽ പോലും ഞാനത് വീണ്ടും രണ്ടാമത് പ്രൊഡക്റ്റ് എടുത്ത സമയത്താണ് എനിക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞത്. 18 ദിവസം കൊണ്ട് എന്റെ പ്രൊഡക്റ്റ് മുഴുവൻ സെല് ചെയ്ത് കഴിയാനുള്ള ഏക കാരണം എന്റെ അപ്ലൈൻ പറഞ്ഞത് എന്താണോ അത് ഞാൻ അംഗീകരിച്ചു. എന്നോട് പറഞ്ഞത് നിങ്ങൾ 100 ആളെ ലിസ്റ്റ് ഇടണം. ഞാനൊരു 100 ആളെ ലിസ്റ്റ് ഇട്ടു. 100 ആളെ ലിസ്റ്റ് ഇട്ട സമയത്ത് അതിൽ നിന്ന് നിങ്ങൾ 20 പേരെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അവര് നിങ്ങൾ ഇടക്കിടക്ക് അവരെ കണ്ട് അവരെ കാണാനുള്ള ആളുകളെ നിങ്ങൾ അപ്ലൈനെയും കൂട്ടി കാണണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു 2 മീറ്റിംഗ് മാത്രം, ഒരു മീറ്റിംഗ് നിങ്ങളെ വീട്ടിൽ വെക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ് മീറ്റിംഗ് കൂടെ വെക്കുക എന്ന് പറഞ്ഞ സമയത്ത് 100 ആളെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞതിൽ ഞാൻ 210 ആളെ ലിസ്റ്റ് ഇട്ടു. എന്റെ വീട്ടിലേക്ക് ഒരു ഹോം മീറ്റിങ്ങിനെ ക്ഷണിച്ചു. ഞാനൊരു ഏകദേശം ഒരു 100-100 ചില്ലാൻ ആളുകളെ ക്ഷണിച്ചു. എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് എടുത്തത് നമ്മുടെ മനോജ് സാറിന്റെ അനിയനായിരുന്നു ആദ്യം ഹോം മീറ്റിംഗ് എടുത്തത്, വിനോദ് സാറ്. അത് കഴിഞ്ഞ് 4-ാമത്തെ 5-ാമത്തെ ദിവസം മനോജ് സാർ ഒരു ബിസിനസ് മീറ്റിംഗിനും എന്റെ വീട്ടിൽ വന്നു. ഏകദേശം ഒരു 20 പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് ആണ് മനോജ് സാർ വന്ന മീറ്റിംഗ്. അത് ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. ഇത്രയും ഒരു ഹെൽപ്പ് ചെയ്ത നമ്മളുടെ ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മളുടെ മനോജ് സാറ്. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഞാൻ വന്ന സമയത്ത് എന്നെ വിളിച്ചു, ജോയിൻ ചെയ്ത വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് ഞാൻ ഡോറിന്റെ മറവിൽ നിന്നിട്ടാണ്, അടുക്കളയിൽ നിന്ന് തല മാത്രം പുറത്തേക്ക് ഇട്ടാണ് ഞാൻ മനോജ് സാറിന്റെ മുന്നിൽ വന്നത്. കാരണം എനിക്ക് വരെ എല്ലാവരും, ഞാൻ ഇന്നേ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹെൽപ്പ് ഇവരെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് എനിക്ക് എന്തോന്നറിയാത്തൊരു മനസ്സിൽ എന്തോന്നറിയാത്തൊരു പേടിയോ എന്തൊക്കെയോന്ന് അറിയില്ല, എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. എന്റെ എല്ലാ കഷ്ടപ്പാടിലും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്റെ എല്ലാ ബുദ്ധിമുട്ടിലും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ വേറൊരാളും വന്നിട്ടില്ല. അതിൽ നിന്ന് തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ അതിൽ ഒരു 35,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ആദ്യം ഇവരെല്ലാരും വരുന്ന മീറ്റിംഗ് വെക്കണ്, ഒരുപാട് ആളുകൾ കയറുന്നു.
ചറപറ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നു. ഇതൊക്കെ കണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവര് എത്രയോ ദൂരെ നിന്ന് വണ്ടി എടുത്ത് വരുന്നു. പ്രൊഡക്റ്റ് വിറ്റ ലാഭം എനിക്ക് മാത്രം. അവര് വണ്ടിയെ കൂട്ടി വീട്ടിൽ വന്ന് എണ്ണയെ കടിച്ച് വീട്ടിൽ വന്ന് അവര് മീറ്റിംഗ് എടുക്കുന്നു, അവര് പോകുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരൊക്കെയോ ഉള്ളത് പോലെ ഞാൻ ഒറ്റപ്പെടാതെ, എനിക്ക് ഒരുപാട് എല്ലാവരും എന്റെ ചുറ്റുഭാഗത്തുണ്ട്, എനിക്ക് എല്ലാത്തിനും ആളുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ആദ്യം വന്നത്. മനോജ് സാറ് രണ്ടാമത് വീട്ടിൽ മീറ്റിംഗ് എടുത്ത സമയത്ത്, എന്നെ വിളിച്ച സമയത്ത് ഞാൻ പുറത്തേക്കൊന്നും വന്നില്ലെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ കണ്ട വ്യക്തികളെയൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം, മഞ്ചേരി മീറ്റിംഗ് ഉണ്ട്, അവിടേക്ക് വരെ നിങ്ങൾ കൊണ്ടുവരണം. അതിലൊരു കടുക് മണി പോലും ഞാൻ എന്ത് ചെയ്യില്ല, കടുമണിയുടെ അത്ര പോലും വെള്ളം ചേർക്കാതെ, എനിക്ക് എന്താണ് ബിസിനസ്, എങ്ങനെ അത് ചെയ്യണം എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞത് എന്താണോ അതിൽ ഞാൻ പിന്നെ വെള്ളം ചേർക്കാറില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും പേരെ നിങ്ങൾ മീറ്റിങ്ങിന് മാക്സിമം ആളുകളെ കൊണ്ടുവരണം എന്നാണ്. അന്ന് തന്നെ ഞാനൊരു സുമവണ്ടി ബുക്ക് ചെയ്തു. അതിൽ 12 പേരുമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ BOP അറ്റൻഡ് ചെയ്യുന്നത്. അത് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മുബീൻ സാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അതില് നിഷാന്ത് സാർ എപ്പോഴും പറയാറുണ്ട് ടിക്കറ്റ് വിൽക്കണം. 100-200ഓളം ടിക്കറ്റ് വിറ്റതിലെ ഒരു ടിക്കറ്റാണ് ഞാനെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ടിക്കറ്റ് വിൽക്കാൻ പറയുന്ന സമയത്തും പല ആളുകളും നെഗറ്റീവ് തോന്നാറുണ്ട്. ഇന്ന് ഏകദേശം 5 കോടിക്ക് മുകളിലാണ് ഞാൻ അദ്ദേഹത്തിന് എന്നെ ടീമിലൂടെ, അദ്ദേഹത്തിന്റെയും എന്റെയും എന്റെ ടീമിന്റെയും എഫേർട്ടിലൂടെ നേടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ടിക്കറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇതുപോലെ ഒരു ടിക്കറ്റാണ് നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നോട് പറഞ്ഞത് എത്ര പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളത് വെച്ചെങ്കിൽ മീറ്റിങ്ങിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാനൊരു 12 പേരുമായി മീറ്റിങ്ങിൽ ചെന്ന സമയത്ത് അവരെല്ലാവരും അത്ഭുതത്തോടെ കണ്ടു. കാരണം ഞാനൊരു സാധാരണ വീട്ടമ്മ, എന്നെക്കൊണ്ട് ഇതിനെ പറ്റുന്നോ എന്നൊന്നും അവർക്ക് പോലും ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു സുമവണ്ടിക്ക് വിളിച്ചൊരു മീറ്റിങ്ങിൽ ചെന്ന സമയത്ത് 10-12 ആൾ എന്റെ കൂടെ വന്നു. അതിൽ നിന്ന് വന്ന എല്ലാവരും എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ല. 2 വ്യക്തികൾ എന്റെ കൂടെ ജോയിൻ ചെയ്തു. അവർക്കും ഞാൻ പ്രൊഡക്റ്റ് എടുത്ത പോലെ 35,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതിലാണ് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ 2 വ്യക്തിയിൽ നിന്ന്, ഒന്ന് എന്റെ തൊട്ട അയൽവാസി, ഒന്ന് എന്റെ അയൽവാസിയുടെ ജ്യേഷ്ഠത്തി. ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വരുമാനം കണ്ടു. അക്കൗണ്ടിൽ വരുമാനം കാണാനായിട്ടില്ലെങ്കിലും എനിക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്തതായിട്ട്, അല്ലെങ്കിൽ എന്റെ ഇതിൽ എനിക്ക് ആപ്പിൽ ഇവർ കാണിച്ചു തന്നു. ഒരുപാട് ബിസിനസ് ഒരു മാസം 1.5 മാസമൊക്കെ ആയി നല്ല രീതിയിൽ ബിസിനസ് പോയി. ഒരുപാട് ആളുകളെ ഒറ്റയടിക്ക് തന്നെ എനിക്ക് ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ സമയത്താണ് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ, നമ്മളുടെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറിന്റെ സീലിംഗ്, ആദ്യത്തെ സീലിംഗ്. ആ സീലിംഗ് പ്ലാൻ ചെയ്ത സമയത്ത് എന്റെ ടീമിൽ നിന്ന് എനിക്ക് 7 ഹോം ഷോപ്പിയാണ് എനിക്ക് അതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ഒരാഴ്ചന്റെ ഉള്ളിൽ എനിക്ക് 7 ഹോം ഷോപ്പി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതായത് 35,000 രൂപയുടെ 3 ഹോം ഷോപ്പി, 7 ഹോം ഷോപ്പി. ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഏകദേശം 1.5 മാസം കഴിഞ്ഞ് വരുമാനമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ എന്റെ അക്കൗണ്ടിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്കത് കിട്ടാൻ കുറച്ച് വൈകി. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി. പൈസയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അക്കൗണ്ടിൽ എത്തുന്നില്ല. അക്കൗണ്ടിന് എന്തോ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നം എനിക്ക് ഇന്നും അതിന്റെ അങ്ങേയറ്റം മനസ്സിനെ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാർ ഇടപെട്ടിട്ടാണ് എന്റെ ആ ഒരു അക്കൗണ്ടിന്റെ പ്രശ്നം പരിഹരിച്ചത്. ചെറിയൊരു അക്കൗണ്ടിന്റെ ഒരു നമ്പറിന് വന്ന മാറ്റം കൊണ്ട് എനിക്ക് വരുമാനം കുറച്ച് കിട്ടാൻ വൈകി. അത് ഒരുമിച്ച് എനിക്ക് വന്ന സമയത്ത് വളരെയധികം സന്തോഷമായി. ആ ഒരു അക്കൗണ്ടിന്റെ ആ ഒരു പ്രശ്നം, ഇവിടെ ബാങ്കിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഒരു 0 ഇല്ലാത്തതിന്റെ കാരണത്താൽ കുറച്ച് വരുമാനം കിട്ടാതെ ഒന്ന് ഒരുമിച്ച് എന്റെ കയ്യിൽ ആ ഒരു പൈസ വന്ന സമയത്ത് വളരെയധികം സന്തോഷമായി. ഏകദേശം ഒരു 12,000-ന് മുകളിൽ എന്റെ കയ്യിൽ ഒറ്റയടിക്കാ പൈസ കിട്ടി. അപ്പൊ വളരെയധികം സന്തോഷമായി. എന്റെ ജീവിതത്തിൽ 20 വർഷത്തോളം ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് വർഷത്തില് എന്തെങ്കിലും ഒരു കുറിയോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് അതിലൊരു കൂടുന്ന സമയത്ത് പൈസ കിട്ടുക എന്നല്ലാതെ ആഴ്ചയിൽ വരുമാനോ അതല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിലോ ഇതുപോലെ ഒരു കൂടിയൊരു സംഖ്യ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ഹാർഡ് വർക്ക് നിരന്തരം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് വരുമാനം കിട്ടി തുടങ്ങി. പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിലിംഗ് നടന്നു. നെഗറ്റീവുകൾ വരാൻ തുടങ്ങി. പുതിയതായി വന്ന ആളുകളോട് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ടീമിൽ ഓരോ ദിവസം കൂടുന്തോറും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ എക്സ്പീരിയൻസിലേക്ക് ഇതുപോലത്തെ സ്ട്രഗിളിങ്, ഇതുപോലത്തെ നെഗറ്റീവുകളൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ ആ നെഗറ്റീവിന്റെ പിന്നാലെ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യം പറയുന്നത്.
അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് അറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയ സമയത്ത് ഒരു കുട്ടികളും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഇതിലൂടെ മുന്നോട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ നമ്മളെ കൂടെ നിന്നിട്ടില്ല. പക്ഷെ ഇതിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങിയ സമയത്ത് വരുമാനം, പ്രൊഡക്ടിവിറ്റി, എന്റെ പൈസ ആയിക്കോട്ടെ, നല്ല രീതിയിൽ എന്റെ ആവശ്യങ്ങൾ ഇതിലൂടെ നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിഞ്ഞത് കാണുമ്പോഴും, സ്റ്റിച്ചിങ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകളുടെ ഇടയിൽ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ്സിലൂടെ പ്രൊഡക്ടിവിറ്റിന്റെ ലാഭത്തിലൂടെ പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ട സമയത്ത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ വന്നു. പല പ്രശ്നങ്ങളുമായി, ഇത് പോലീസ് പിടിക്കുന്നതായി, ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് അവര് നെഗറ്റീവ് പറയാൻ തുടങ്ങി. പോസ്റ്റർ വരൂട്ടോ, നിന്നെ കുറിച്ചുള്ള പോസ്റ്റർ വരൂട്ടോ, വ്യാജ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വരൂട്ടോ എന്ന് പല കാര്യങ്ങൾ പറഞ്ഞു എന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്റെ അപ്ലൈന്, എന്റെ മെന്റർ, എന്റെ സിസ്റ്റം ഇതെന്താണോ പറയുന്നത് അതിൽ ഞാൻ അങ്ങ് 100% വിശ്വസിച്ചു. ഇതിനെ വിജയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാനായിട്ട് എന്റെ മുന്നിൽ തന്ന ഒരു ബിസിനസ്സാണ് എന്ന് ഞാനത് വിശ്വസിച്ചു. അതിലൂടെ മുന്നോട്ട് പോയി പല സ്ട്രഗിളിങ്ങും വന്നു. കുടുംബത്തില് ടൈലർ ഷോപ്പില് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചതിന്റെ കാരണത്താല് എനിക്ക് അവിടെ നിന്നും ആ പ്രൊഡക്റ്റും ടൈലർ ഷോപ്പും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. നിനക്ക് ഇത് വിൽക്കാനല്ല ഞാൻ ഷോപ്പ് വാടകയ്ക്ക് തന്നത് എന്ന് പറഞ്ഞു അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കി എന്റെ വീട്ടിൽ ഓട്ടോ പിടിച്ച് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡും ഞാനും ജോയിൻ ചെയ്ത സമയത്ത് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നത്. കുടുംബങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളായി. അവര് ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കാൻ, തമ്മിൽ അകറ്റാനുള്ള പല കാര്യങ്ങളും നോക്കി. നിയമത്തിന്റെ ഭാഗത്തുനിന്ന് എതിരാണ്, മണി ചെയിൻ ആണ് എന്ന് പറഞ്ഞു പല പ്രശ്നങ്ങളും അതിലൂടെ ഇതാക്കി. ഹലാലായ മാർഗമല്ല, ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഞാൻ മുന്നോട്ട് സ്റ്റെപ്പായിട്ട് എന്റെ ഓരോ മുന്നിൽ വരുന്ന പ്രതിസന്ധികളും ഞാൻ അതിന്റെ കൂടെ നിന്ന് അത് ഒഴിവാക്കാൻ ശ്രമിച്ചു. ഞാൻ ആദ്യം പള്ളി കമ്മിറ്റിയെ ഉസ്താദിനെ വിളിച്ചിരുത്തിയിട്ട് ഇതിന്റെ സിസ്റ്റം എന്താണ്, ഇതിന്റെ എന്നാണ് പറഞ്ഞു കൊടുത്തു. മണി ചെയിൻ ആണെന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഇരുത്തിയിട്ട് ഞാനിത് മണി ചെയിൻ അല്ല, ഇത് ബിസിനസ്സാണ്, പക്ക ബിസിനസ്സാണ് എന്നുള്ളത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെന്നുള്ളത് പള്ളിക്കത്തെ ഉസ്താദിനെ കൊണ്ട് ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ വ്യക്തികളുടെ മുന്നിൽ വെച്ച് ഞാൻ അത് തെളിയിച്ചു കൊടുത്തു. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം, ഹലാലായ മാർഗമാണെന്നുള്ളത് തെളിഞ്ഞു. വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ വന്നു. പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ട ഇട വന്നു. ഇത് നിയമത്തിനെതിരാണ്, നമ്മൾ ചെയ്താൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് കൊണ്ട്, എന്നാൽ എനിക്കത് അറിയണം, അറിഞ്ഞിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. ഞാൻ മനോജ് സാറിനെ വിളിച്ചു, എന്റെ അപ്ലൈനായ നിഷാന്ത് സാറിനെ വിളിച്ചു. അവരൊക്കെ പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഇവരോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് അവിടുത്തെ SI എനിക്കൊരു കാർഡ് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഷോപ്പിലോ ഇത് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ നമ്പർ ഇതിലേക്ക് വിളിച്ചോളൂ, ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരില്ല എന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞത് കൊണ്ട് തന്നെ 100% വിശ്വാസത്തോടു കൂടെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവരെന്നെ വിടാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അത് ഹോസ്പിറ്റൽ വഴി നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് നിന്നെ ഇതായിട്ട് വരും, വീട്ടിൽ വരും, ഷോപ്പിൽ വരും, ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതില് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു, ആളുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഹെൽത്ത് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഇവിടെ മരുന്ന് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ക്യാൻസറിനുള്ള മരുന്ന് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആള് ചെക്ക് ചെയ്യാൻ വന്നത്. പക്ഷെ 3 തവണ ഞാൻ ഫീൽഡിൽ വർക്കിലായിരുന്നു. ഞാൻ എന്റെ ഷോപ്പിലേക്ക് അവരെ വിളിച്ചിരുത്തി, ഞാനുള്ള സമയത്ത് വിളിച്ചിരുത്തി ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടു. ആ രീതിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടു, അലോപ്പതി എന്താണെന്നുള്ളതും ആയുർവേദം എന്താണെന്നുള്ളതും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ആ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട വുമൺ കമ്പാനിയൻ ഫീലിംഗ് ആൻഡ് സിറപ്പും ബ്ലഡ് പ്യൂരിഫയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയി. അവർക്ക് ആ പ്രൊഡക്റ്റിലൂടെ പീരിയഡ്സിന്റെ സമയത്തുള്ള വേദനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. എന്റെ കൂടെ 35,000 രൂപക്ക് ഹോം ഷോപ്പ് എടുത്ത് അദ്ദേഹം ജോയിൻ ചെയ്ത്. ഇന്ന് 3 വ്യക്തികളായിരുന്നു, ആ ഹെൽത്ത് ഇൻസ്പെക്ടറിലൂടെ 3 വ്യക്തികൾ എന്റെ കൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 3 പോയിന്റും എന്നെ പ്രേരിപ്പിച്ചു. കാരണം ഇനി എനിക്കൊന്നും നോക്കാനില്ല, വലതു കാലം വെച്ചുകൊണ്ട് ഇറങ്ങി. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും ഇനി ഈ ബിസിനസ്സിൽ ആയുസും ആരോഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വിജയിച്ചേ അടങ്ങൂ എന്നൊരു തീരുമാനത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ മുന്നിൽ ഈ ഒരു ബിസിനസ്സിന് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എന്റെ മനസ്സിൽ കാണാറുള്ളത് അതെന്റെ വിജയത്തിലേക്കുള്ള ഏക ചവിട്ടുപടിയാണ്. ആ ഒരു പടി കടന്നേ എനിക്കിതിലൂടെ വിജയിക്കാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഞാൻ എന്ത് തന്നെയാണെങ്കിലും എന്റെ ഫോക്കസ് എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം, എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഇതിലൂടെ എൻജോയ് ചെയ്യണം, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം എനിക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കണം. അവർക്ക് വേണ്ടി ഞാൻ ഈ ആയിഷ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ എന്റെ മക്കൾ, എന്റെ ഉമ്മ മരിച്ചുപോയ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ച് പോയതാണ് എന്ന് അവർക്ക് ജീവിതകാലം മുഴുവനും ആസ്വദിക്കാനുള്ള ഒരു നേട്ടം ഇതിലൂടെ, അവർക്കും വേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ ഇതിലൂടെ നേടിക്കൊടുക്കാൻ എനിക്ക് ഇതിലൂടെ കഴിയും എന്നൊരു വിശ്വാസം 100% എനിക്കുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, 100% ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വിജയത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ വിശ്വസിക്കണം. എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഇത്രത്തോളം സ്ട്രഗിളിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് ഈ ഒരൊറ്റ കാര്യം. ഇന്ന് പല പ്രതിസന്ധികളും വരും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. ടീമില് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ ടീം ചെറിയ ചെറിയ കുഞ്ഞു ടീമാണ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ടീം വരാനുള്ള ബുദ്ധിമുട്ടാവും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും അലട്ടുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? നിങ്ങൾക്ക് ടീമില്ല, നിങ്ങൾക്ക് ബിസിനസ് ഇല്ല, നിങ്ങൾക്ക് വരുമാനമല്ല, നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമല്ല, അല്ലെ? ഈ പ്രശ്നങ്ങളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാകുക. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ചു കാലം നിങ്ങൾ ഇതിൽ എത്ര പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കുന്ന സമയത്ത് ദൈവം തമ്പുരാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ തരും. ആ ടീമിനെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായാൽ നല്ല വരുമാനവും നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും നിങ്ങളുടെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ട് പോകരുത്. പല പ്രശ്നങ്ങളും വന്നാലും അതിനെ മറികടക്കാൻ, ആ ഒരു പ്രശ്നത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ, മനു സാർ എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള ഒരു പാഠാണ്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ ആ പ്രശ്നത്തിന്റെ പുറത്ത് ചാടിയിട്ട് ഇതെങ്ങനെ മറികടക്കാം എന്നൊരു ചിന്തയോടുകൂടെ അതിനെ നോക്കിക്കാണണം. അതിലൊതുങ്ങിക്കൂടി നമ്മൾ അതിലൊതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. 100% നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് വെറും റിക്രൂട്ടിങ് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, റീറ്റെയിലിങ്ങും ചെയ്യണം, റിക്രൂട്ടിങ്ങും ചെയ്യണം. നമുക്ക് ഇന്നലത്തെ ഓരോ ക്ലാസ്സും, ഹൈ പ്ലേസ് മീറ്റിംഗ്, ഓരോ ദിവസത്തെ മീറ്റിങ്ങുകളും ഏത് രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരാനുള്ളതാണ്. അപ്പൊ അതുപോലെ VOPകള്, പിന്നെ ഹൈ പ്ലേസ് മീറ്റിംഗ്, റീഗ സെഷന്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതാണ്, നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഈ ഒരു ബിസിനസിന്റെ ടൂളാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പല പ്രതിസന്ധികളും വന്ന സമയത്തും നമ്മൾ ഇതിനെ പിടിച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോയത് ഒരിക്കലും ഇതിനെ ഒഴിവാക്കിയിട്ട് ഇട്ടിട്ട് പോകാനല്ല. ഞാൻ പല പ്രതിസന്ധി വന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ കണ്ടത് ഒന്നുമില്ലെങ്കിലും, അതായത് പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് പ്രകൃതി നമുക്ക് അനുകൂലാവില്ല, അല്ലെ? കോവിഡ് പോലത്തെ പ്രശ്നങ്ങൾ, അതേപോലത്തെ പിന്നെ പ്രളയം പോലത്തെ പ്രശ്നങ്ങൾ, ഇന്നുള്ള കാര്യങ്ങൾ എന്ന പോലത്തെ ഇപ്പൊ അതിശക്തമായ ചൂട്, ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് നമ്മളെ ബിസിനസ്സിനെ വേണ്ട രീതിയിൽ നമുക്ക് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചിലപ്പോ നടത്തി പോരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബിസിനസ് ആയതുകൊണ്ട് താഴ്ച ഉണ്ടാവും, പൊന്തലുണ്ടാവും, ഉയർച്ച ഉണ്ടാവും. അങ്ങനത്തെ സമയത്ത് അതേപോലെ മണി ചെയിനുകൾ നമ്മളുടെ നാട്ടിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും മനസ്സ് ഒരുപോലെ ആവില്ല. അതിൽ പോയാൽ കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്ന ചിന്തയോടുകൂടെ പല ആളുകളും പോകും. എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കിയതും തളർത്തിയതും അങ്ങനത്തെ ഒരു കാര്യമാണ്. മണി ചെയിൻ കേട്ട സമയത്ത് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് ടീം, ഒരുപാട് ലീഡേഴ്സ് വരെ എന്ത് ചെയ്തു, അതിന്റെ പിന്നാലെ പോയി. അക്കരപ്പച്ച കണ്ട് അതിൽ നിന്ന് വാരിയെടുക്കാൻ പറ്റും എന്നൊരു ആവേശത്തോടു കൂടെ ഒരുപാട് ടീം അങ്ങനെ പോയി. ആ സമയത്ത് പകച്ചു നോക്കി നിൽക്കാതെ ഒന്നിൽ നിന്നാണെങ്കിലും ആയിഷ ബിസിനസ്സിൽ വിജയിക്കും, എന്റെ അപ്ലൈനും എന്റെ സിസ്റ്റം എന്റെ മെന്ററും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് ടീം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തോടു കൂടെ എന്താണോ സിസ്റ്റം പറഞ്ഞത് ആ സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് അതിലൊതുങ്ങി നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. നല്ലൊരു ടീം എനിക്ക് അതിലൂടെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ഒരു വരുമാനം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ബിസിനസ് 2-3 വർഷം സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാനത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾ അതിനെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ വിജയിക്കണോ, നമുക്ക് സിസ്റ്റം ഫോളോ ഓവർ ആവണം. വിജയിക്കണോ, നമ്മളുടെ അപ്ലൈ പറയുന്നത് കേട്ടിരിക്കണം. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടിരിക്കണം. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. 100% അത് സത്യസന്ധമായിരിക്കണം. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ കഴിയും. നമ്മള് എന്താ പറയാ, എന്തൊരു കാര്യത്തിനാണെങ്കിലും നമുക്കൊരു മെന്റർ വേണം, അല്ലെ? നമുക്കൊരു മെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും
നമുക്കൊരു മെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കാൻ, നമ്മളെ മക്കള് കല്യാണം തീരുമാനിക്കണം, നമ്മൾ സ്വന്തമായിട്ടൊരു കല്യാണക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് തീരുമാനിക്കലല്ല. നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ടാവും, ഇന്ന രീതിയിലൊക്കെയാണ്, നമ്മൾ എന്താ അങ്ങനെ ചെയ്യല്ലേ, എന്താ വേണ്ടത് എന്ന് നമ്മൾ ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലെ. അതിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെന്ററെ സഹായം തേടുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത്, നമുക്ക് മെന്റർ ആവേണ്ടത് ആരാണ്? ഈ ബിസിനസ്സിലൂടെ സിസ്റ്റം ഫോളോവർ ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലീഡറെ നിങ്ങൾ മെന്റർ ആക്കിയെടുക്കണം. അതില്ലാത്ത ഏതൊരു വ്യക്തിയും ഇന്ന് തൊട്ട് നിങ്ങൾക്കൊരു മെന്റർ നിങ്ങൾ ഇതിൽ കാണണം. അവർ പറയുന്ന കാര്യത്തിൽ അവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം പിന്നെ ചെയ്യരുത്. അവർ ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പിന്നെ വേറെ ഒന്നും നോക്കരുത്, അത് നമ്മൾ ചെയ്തിരിക്കണം. അത് എങ്ങനെയാണ് നമ്മൾ മെന്റർ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ബിസിനസ്സിൽ വിജയിച്ച ഒരാളാണെങ്കിൽ മാത്രം, വിജയിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെങ്കിൽ മാത്രം, അതും നിങ്ങളുടെ അപ്ലൈന്റെ നിരയിൽ നിന്നായിരിക്കണം. അധിക പേർക്ക് സംഭവിക്കുന്നത് എന്താണ്? ക്രോസ് ലൈനിൽ നിന്നാണ് മെന്ററെ തിരഞ്ഞെടുക്കുന്നത്. ക്രോസ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ടീമിൽ നിന്ന്, അവന്റെ ഡൗൺ ലൈനിൽ നിന്നാണ് മെന്ററെ തിരഞ്ഞെടുക്കുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കൂല. നേരെ മറിച്ച് വിജയിക്കാത്ത ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ പോലും പറയുന്നത് നമ്മളെ ടീമിലോ പല ടീമിലും മെന്റർമാരായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം. അതൊരിക്കലും നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അതിലൂടെ തളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. എന്നോട് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, മെന്റർമാരെ സ്ഥാനം ഏറ്റെടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആയിഷക്കൊന്നും ഒരിക്കലും ഇതിൽ വിജയിക്കാൻ കഴിയൂല എന്നുള്ളത്. പക്ഷെ എന്നെ ഏത് രീതിയിൽ ഇതിൽ തളർത്തിയിട്ടുണ്ടോ, ഏതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ, അവരുടെ മുന്നിലൊക്കെ ആയിഷ വിജയിച്ച് കാണിക്കും എന്നൊരു വാശിയും കൂടെ എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു വാശി നിങ്ങളുടെ ഉള്ളിലും വേണം. ആരൊക്കെയാണോ നിങ്ങളെ എതിർത്തത് അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പോണ്ട, അവരോട് തർക്കിക്കാൻ പോണ്ട. അവര് വേണം നമുക്കിത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം അവര് നമ്മളെ ഇങ്ങനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ അറിവില്ലാത്തവനാണെന്ന് പറയാനോ ഒക്കെ നമ്മളെ ഉള്ളില്, നമ്മള് പുറത്തിങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാക്കാനും പഠിക്കാനും ആവേശമുള്ളത് ചെയ്യാനും ഇതിലൂടെ വിജയിക്കാനുള്ള ഒരു ത്വര നമുക്ക് വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വേണം. അപ്പൊ ഒരിക്കലും നിങ്ങളെ മെന്റർ ആക്കേണ്ടത് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലീഡറെയാണ്, നിങ്ങളുടെ അപ്ലൈന്റെ നിരയിൽ നിന്ന് ഒരു വ്യക്തിയാണ്. ഈ രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ആയിക്കൊള്ളുന്നില്ല, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി തന്നെ ആയിക്കൊള്ളുന്നില്ല നിങ്ങളുടെ മെന്റർ. ഈ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാവണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, VOP മാക്സിമം ഇതിൽ വിജയിച്ച ഏതൊരു വ്യക്തി പ്രോഗ്രാമുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. ഞാൻ അവരെ വിളിച്ചു, ഫോം വന്നില്ല, ഞാൻ ഇന്ന് മീറ്റിംഗിലില്ല, ഈ രീതിയിൽ ഒരിക്കലും ആവരുത്. എന്റെ ടീമില്, എന്റെ ബിസിനസ്സില്, എന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വ്യക്തി പോലും കയറാതെ വർഷങ്ങളോളം ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്ത സമയമുണ്ട്. എന്നാലും ഒരു ദിവസം പോലും എന്റെ ടീമിൽ നിന്ന് ഒരാളും പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ വീക്ക് സൈഡിൽ നിന്ന് ഒരാളും പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മീറ്റിംഗിൽ കയറാതെ നിന്നിട്ടില്ല. വരും, ഞാൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ടീം ഉണ്ടാവുള്ളൂ, ഞാൻ പോയാലല്ലേ എനിക്ക് ടീം വരുള്ളൂ. ഞാനും കൂടെ പോയില്ലെങ്കിൽ പിന്നെന്താ? ഞാൻ എന്ന വ്യക്തിയില്ല, ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ടീമിനെ ദൈവം തമ്പുരാനായിട്ട് തരും. ആ ഒരു പ്രതീക്ഷയോടുകൂടെ പല മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് എന്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ലീഡേഴ്സും ടീം മെമ്പേഴ്സും ഉണ്ടാകാനുള്ള കാരണം ഞാൻ എന്ന വ്യക്തി ഇതിൽ പിടിച്ചു നിന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, VOP എവിടെയാണോ, GTS എവിടെയാണോ, ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ദൂരല്ലേ, നമ്മളെ നാട്ടിലല്ലല്ലോ, വിട്ടല്ലേ അവിടേക്ക് പോണ്ടേ, നിന്റെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോയാൽ മതിയെന്ന് എന്ന രീതിയിലുള്ള പല ചിന്തകളും. നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ അവിടെ മലപ്പുറത്ത് കൊണ്ടുപോയി വെക്കണ്, എന്തിനാ നിങ്ങൾ മഞ്ചേരി കൊണ്ടുപോയി വെക്കണ്, ഇവിടെ നിങ്ങൾ മീറ്റിംഗ് വെച്ചൂടെ, എന്നാ അത് ഇഷ്ടംപോലെ കാണാനും കയറ്റാനും ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അടുക്കളയെ കൊണ്ടുവന്ന് മീറ്റിംഗ് വെച്ചാലും എന്ത് ചെയ്യൂല, ഈ ബിസിനസ് ചെയ്യാത്തവര് ചെയ്യൂല. ഞങ്ങളൊക്കെ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് കോഴിക്കോട് ഒരു 2,10,000 വാങ്ങിക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കാറ് വിളിച്ച്, പിന്നെ നമ്മൾ ടാക്സി വണ്ടി വിളിച്ചിട്ടാണ് കോഴിക്കോട് കൊണ്ടുപോയിട്ട് ടീമിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഇഷ്ടം പോലെ സീലിംഗ് അച്ചീവർ നമുക്ക് നമ്മളുടെ ജില്ലയിൽ തന്നെ, നമ്മളുടെ നാട്ടിൽ തന്നെ, എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സീലിംഗ് അച്ചീവറെ കാണിച്ചു കൊടുക്കാൻ കഴിയും അല്ലെ. അപ്പൊ ഇപ്പോ ഉള്ള ആളുകൾ വെറും 40 പ്രൊഡക്റ്റ് വിറ്റിട്ടാണ് നമ്മൾ അന്ന് ഈ ഒരു ബിസിനസ് ചെയ്തത്. 40 പ്രൊഡക്റ്റ് മാത്രമാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് വെറും 40 പ്രൊഡക്റ്റേ ഉള്ളൂ. ഇന്ന് 170ഓളം പ്രൊഡക്റ്റ് നമുക്ക് നമ്മളുടെ മുന്നിലുണ്ട് അല്ലെ. ഏത് വേണമെങ്കിലും വിൽക്കാനും ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് വിൽക്കാനും നമുക്ക് കഴിയും. അന്ന് 35,000 രൂപക്ക് 50,000 രൂപക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
ഇന്ന് നമുക്ക് 35,000 രൂപക്കും 50,000 രൂപക്കും ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു പണിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു മേഖലയിൽ വന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഏതൊരാള് നിലനിൽക്കണം എന്നുണ്ടെങ്കിലും 1000 രൂപക്ക് ജോയിൻ ചെയ്തവനും ഈ ബിസിനസ്സിൽ ബിസിനസ് ഐ ഡി കിട്ടും, 5000 രൂപക്ക് ജോയിൻ ചെയ്ത ആളുകൾക്കും ബിസിനസ് ഐ ഡി കിട്ടും. നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് എന്തിനാണ്? ജീവിതത്തിൽ രക്ഷപ്പെടാനാണ്. നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് എന്തിനാണ്? വരുമാനം വാങ്ങിക്കാനാണ്. നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് എന്തിനാണ്? നമ്മളുടെ എല്ലാ കാര്യം നേടിയെടുക്കാൻ മറ്റു മേഖലയിൽ നിന്ന് കഴിയാത്ത ഇവിടെ നിന്ന് വാങ്ങിയെടുക്കാനാണ്. പല ടീമും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം. 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ച ഒരുപാട് വ്യക്തികൾ നമ്മൾ ഫീൽഡിൽ വർക്ക് എടുക്കുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് നെഗറ്റീവ് വരാറുണ്ട്. ഞങ്ങൾക്ക് വരുമാനമൊന്നും കിട്ടിയില്ല, മൈലേപ്പിൽ ഞങ്ങളും വന്നു. എത്ര രൂപക്ക് പ്രൊഡക്റ്റ് ഇട്ടു? 1000 രൂപക്ക്. എത്ര രൂപന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു? വീട്ടിൽ കിടക്കാണ്, ഉപയോഗിച്ചിട്ടില്ല. കയ്യിൽ കിട്ടിയ സ്വർണ്ണ നിധിയാണ് കട്ടിലിന്റെ ചോട്ടിൽ 1000 രൂപക്ക് വാങ്ങി മൂലയിലിട്ട് ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അവരെ മുന്നിൽ എനിക്ക് കാണിക്കാനുള്ളത്, അവരെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? അങ്ങനത്തെ ഒരുപാട് വ്യക്തികളുടെ അടുത്ത് ഞാൻ 35 വാങ്ങി പോന്നിട്ടുള്ളൂ. കാരണം ഈ ബിസിനസ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ചിന്ത അവരുടെ മുന്നിൽ വന്നിട്ടില്ല. 1000 രൂപക്ക് ജോയിൻ ചെയ്തോന്ന് വിചാരിച്ചിട്ടുള്ളത് എന്താണ്? 10 പേരെ കയ്യിൽ നിന്ന് 1000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്ത ആ കൊണ്ടുവന്ന വ്യക്തിക്ക് 10,000 രൂപയുടെ ബിസിനസ് കിട്ടും അല്ലെ? അതാണ് ആ വ്യക്തി കണ്ടിട്ടുള്ളത്. ഈ വ്യക്തികള്, നമ്മൾ ഓരോ വ്യക്തികളും മൈലേജിന്റെ പരസ്യക്കാരായി പോണ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ്? നമുക്ക് അവിടുത്തെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ വെറും മൈലേജിന്റെ പരസ്യക്കാരാവുന്നത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പഠിച്ച പാഠം, ഞാൻ ഇതിലൂടെ നേടിയത്, അതിലുള്ളല്ലോ എനിക്ക് പറയാൻ പറ്റുക. 35,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്തു. ഇന്നലെ രാത്രി 7 മണിക്ക് വരെ 35,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്ത വ്യക്തിയെ ഞാൻ ചെയ്യാറുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ അവരെ വീട്ടിലേക്ക് ഒരു 15,000 രൂപയുടെ പ്രൊഡക്റ്റ് മാറ്റി വെക്കും. അവിടെ അച്ഛനുണ്ടാവും, അമ്മ ഉണ്ടാവും, 2-3 മക്കളുണ്ടാവും, കല്യാണം കഴിച്ച മക്കളുണ്ടാവും. ഇവരൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അവർക്കൊക്കെ കുട്ടികൾക്കുള്ളത് വേറെ ഐറ്റം, ഹസ്ബൻഡിനുള്ളത് വേറെ ഐറ്റം, ഭാര്യക്കുള്ളത് വേറെ ഐറ്റം, അവരെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് വേറെ. ഈ രീതിയിൽ ഞാനത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാറാണ് പതിവ്. ഇന്നേ വരെ അവരെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ നമുക്ക് വരാറില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് എടുത്ത വ്യക്തികളുടെ, നമ്മളിതിൽ ഡിസ്ട്രിബ്യൂഷൻ ഐ ഡി എടുത്ത എല്ലാ വ്യക്തികളുടെ വീട്ടിലും ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യണം. നമുക്കിതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്തേ പറ്റൂ. ഹോം മീറ്റിംഗ് വെക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ വീട്ടിൽ പോസിറ്റീവ് ആക്കാൻ കഴിയില്ല. നിങ്ങളെ വീട്ടുകാർക്ക് ഇത് അറിയില്ല, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ അയൽവാസിക്ക് അറിയില്ല നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്. നിങ്ങളെ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങളെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നിങ്ങൾ അയൽവാസികളെയും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് ഈ ബിസിനസ് എന്താണ്, ഈ പ്രൊഡക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഹോം ഷോപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവും വരില്ല. അപ്പൊ ഈ അടുത്ത് നമ്മളെ ഒരു 2 വയസ്സ് പോലും തികയാത്ത കുട്ടിയുള്ള ഒരു ലേഡിയുണ്ട്. അവർക്ക് നമ്മൾ 35,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് പല ആളുകളും പറഞ്ഞു അവളെ കൊണ്ട് അതിന് കഴിയുമോ. അവളെ കൊണ്ടല്ല, നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്കത് എടുപ്പിക്കാൻ കഴിയാത്തത്. 35,000 രൂപക്ക് അവള് പ്രൊഡക്റ്റ് എടുത്തു എന്ന് മാത്രമല്ല, 3 മാസമായി ആ കുട്ടി ജോയിൻ ചെയ്തിട്ട്, ജോയിൻ ചെയ്ത പിറ്റത്തെ മാസം തന്നെ എന്ത് ചെയ്തു, 10,000 രൂപന്റെ പ്രൊഡക്റ്റ് വാങ്ങി. ആ സമയത്താണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു അനൗൺസ് വരുന്നത്, 10,000 രൂപയുടെ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 750 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ആ കുട്ടി, ആ 2 വയസ്സ് പോലും തികയാത്ത കുട്ടിയെ വെച്ചിട്ട് 35,000 രൂപയുടെ പ്രൊഡക്റ്റ് ആദ്യം അവർക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് കൊടുത്തു. ഒരുപാട് പ്രൊഡക്റ്റ് അവൾ സെയിൽ ചെയ്തു. കഴിഞ്ഞ മാസം അവൾ ചെയ്തത്, ഈ 2 തവണ എന്ത് ചെയ്തു, 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി 750 രൂപയുടെ പ്രൊഡക്റ്റ് അവള് ഫ്രീ വാങ്ങി പോന്നു. ഈ മാസം എന്ത് ചെയ്തു, 2 തവണ 15,000 രൂപക്കും 13,500 രൂപക്കൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 750 രൂപയുടെ പ്രൊഡക്റ്റ് 2 തവണ വാങ്ങിപ്പോന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് പ്രശ്നമുള്ളത്. നമ്മൾ ഇതൊക്കെ കെട്ടിക്കിടക്കേണ്ടി വരുമെന്നില്ല പേടി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ട് വളരെയധികം നമ്മൾ തന്നെ അതിനെക്കുറിച്ചൊന്ന് നെഗറ്റീവായി ചിന്തിച്ച് 1000 രൂപന്റെ പ്രൊഡക്റ്റ്, 5000 രൂപന്റെ പ്രൊഡക്റ്റ്, ഇതാണ് ഒരു വ്യക്തി. എന്തിനാ 5000 രൂപന്റെ പ്രൊഡക്റ്റ്? ഉപ്പുണ്ടോ നോക്കാൻ പോലും ഇല്ല അല്ലെ? നമ്മളുടെ വീട്ടിലുള്ള ആളുകൾക്ക് 5000 ബിസിനസ് നമ്മൾ മിനിമം ഒരു ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും 5000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാ മാസം വിൽക്കണം. ഞാൻ RTC എന്നൊരു റാങ്കിലാണ് നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പ്രൊഡക്റ്റ് വിൽക്കൽ കുറച്ചിട്ടില്ല. ഞാനൊരു മിനിമം ഒരു 30 കസ്റ്റമർക്കെങ്കിലും ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്.
വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രൊഡക്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തരും നമുക്ക് കസ്റ്റമറെ. പക്ഷെ ആ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മൾ ഓരോരുത്തരും ആ കസ്റ്റമറെ വിളിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം, അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. 5000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന, അത് അവർക്ക് കഴിക്കാനായിക്കോട്ടെ വിൽക്കാനായിക്കോട്ടെ, കുറച്ച് ഉൽപ്പന്നങ്ങൾ അവരെ വീട്ടിലേക്ക് കഴിക്കാനും കുറച്ച് വിൽക്കാനും, മിനിമം 5000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന 100 പേര് നിങ്ങളുടെ ടീമിലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർക്ക് വണ്ടിയിൽ ഓർക്ക് ജോലിയുമായിട്ട് നിങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ ബിസിനസ് നമുക്ക് നടക്കും അല്ലെ? ഈ റീറ്റെയിലിംഗ് ഇത്രയും നല്ലൊരു സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അത് വിൽക്കാനുള്ള അവസരം കൊടുക്കാതെ നമ്മളാണ് നമ്മുടെ ടീമിനെ നശിപ്പിക്കുന്നത്. നമ്മളാണ് നമ്മുടെ ടീമിന് വിൽക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കാത്തത്. 100% പ്രൊഡക്റ്റ് വിറ്റ് വീട് വീടാന്തരം ബ്ലഡ് പ്യൂരിഫയർ വിറ്റ് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ ബിസിനസ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഈ പ്രൊഡക്റ്റ് കുറച്ച് കസ്റ്റമറിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ നാട്ടിൽ കംപ്ലീറ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ എന്റെ മനസ്സിലെടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം. എന്റെ നാട്ടിലും എന്റെ അയൽവക്കത്തും എന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ കംപ്ലീറ്റ് പാത്രം കഴുകുന്നത് എന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം, ടോയ്ലറ്റ് കഴുകുന്നത് എന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ ഫാമിലിയിലേക്കും എന്റെ ഉൽപ്പന്നങ്ങളായിരിക്കണം കൊടുക്കുന്നത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ ഏരിയയിൽ പാത്രം കഴുകുന്നതൊക്കെ നിങ്ങളെ കട്ട കൊണ്ടാണ്, പാത്രം കഴുകുന്നത് ലിക്വിഡ് കൊണ്ടാണ്. ഏത് നിങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു 10-30 കസ്റ്റമർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ബിസിനസ് ഇല്ല. ഒരു RTP വരുന്ന സമയത്തോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറയുന്ന സമയത്തോ പൈസ അല്ല, നമ്മളെത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു ഹെയർ ഓയിൽ വിറ്റ് കഴിഞ്ഞാൽ കിട്ടും 115 രൂപ അല്ലെ? ഏതൊരു പൊട്ടനും വിൽക്കാൻ കഴിയും ഒരു ഹെയർ ഓയിൽ. ഒരു സോപ്പ്, നമ്മളുടെ സാധാ പുളി സോപ്പ്, എല്ലാവരും ഉപയോഗിക്കുന്ന സോപ്പാണ് അല്ലെ? 50 രൂപന്റെ സോപ്പ് നമുക്ക് ഒരു സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ 35 രൂപക്കാണ് നമുക്ക് ആ സോപ്പ് വിൽക്കുന്നത്. 15 രൂപ നമുക്കൊരു സോപ്പിന് കിട്ടും. ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ച് ഒന്നുമില്ല, ബിസിനസ്സും ഇല്ല, വരുമാനമല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തികൾ ഇരുന്നാൽ ഒരിക്കലും ഇതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു ബിസിനസ് താഴെ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ എന്റെ ടീമിൽ നിന്ന് മറ്റു നെറ്റ്വർക്ക് കണ്ട് അതിന്റെ പിന്നാലെ പോയി അവിടെയൊക്കെ ഒന്നും അല്ലാതെ വെറും വട്ടപ്പൂജയായി വീട്ടിലിരിക്കുകയാണ്. അവർക്കൊക്കെ വരണമെന്നുണ്ട്, വരാനുള്ള മടി കാരണം ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ബിസിനസ്സിലൂടെ പ്രൊഡക്റ്റ് വിറ്റ് 8 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ 3 മാസം കൊണ്ട് വിറ്റത്. 8 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ്. ഒരിക്കലും നമുക്ക് ഇത് പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കുള്ള പ്രശ്നം ആളുകളോട് നാവെടുത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള മടി. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് പോകാത്തതിന്റെ കാരണം. പ്രൊഡക്റ്റിന് വില കൂടുതലാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ പ്രൊഡക്റ്റിന് വില കൂടുതലില്ല. പ്രൊഡക്റ്റിന് വിപണിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്ത് കൊടുക്ക്. ഒരു ഹെയർ ഓയിലിന്റെ വില നിങ്ങളോട് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഹെയർ ഓയിലിന് നാട്ടിൽ വിപണിയിലുള്ള ഭൃംഗരാജ്, നമ്മുടെ ധാത്രി, ഇന്ദുലേഖ 920 രൂപ വില വരും. നമ്മളെ പ്രൊഡക്റ്റിന് എത്ര വില വരുന്നു? 440. 325 രൂപക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും അല്ലെ? നമുക്ക് 115 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അവരോട് പറയുന്നത് 920 കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റും 100% ധാത്രി, ഇന്ദുലേഖ ഉപയോഗിച്ച് മുടി കൊഴിച്ചിൽ മാറിയ ആളുകൾ ആരും ഞാൻ കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒരു 13 ദിവസം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ആശ്വാസം കിട്ടും. അതിന് വേറെ എന്തെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് കൂടെ അതിന്റെ കൂടെ കൊടുക്കുക. രക്തക്കുറവുണ്ടെങ്കിൽ അതിനുള്ളത് കൊടുക്കുക. അതൊക്കെ നമ്മളെ കയ്യിൽ തന്നെ അല്ലേ? പിന്നെ എന്തിനാ ബേജാറാവുന്നത്? അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് വിൽക്കലും നമ്മൾ കഴിക്കലും, നമ്മളെ വീട്ടിൽ ഈ കമ്പനിയിലുള്ള എന്ത് സാധനം നമ്മളെ വീട്ടിലുണ്ടോ, കഴിക്കേണ്ടത് നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ടോ, ഉറപ്പായിട്ടും നമ്മളത് ഉപയോഗിച്ചിരിക്കണം. ഏകദേശം 20ഓളം ഉൽപ്പന്നം, 20-25 ഉൽപ്പന്നങ്ങളൊക്കെ എന്റെ വീട്ടിൽ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഒരിക്കലും മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവില്ല. നമ്മൾ കൊടുത്ത്, നമ്മൾ കഴിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കോൺഫിഡന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വിജയിക്കാൻ കഴിയും. ഹോം ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഹോം ഷോപ്പ് എടുത്ത വീട്ടില് ഞാൻ കൊടുത്തത് എന്താണ്? അവരെടുത്ത് നമ്മൾ പോണം. ആ പ്രൊഡക്റ്റ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് നമ്മൾ ചെല്ലണം. നമ്മൾ ചെന്നിട്ട്, നമ്മൾ ചെല്ലാതെ നമ്മളുടെ ബിസിനസ് അല്ലേ, നമ്മൾ പോകാതെ കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. ചെന്നിട്ട് ഞാൻ ഒന്ന് മോറോ ലൈഫ് എടുത്തു കൊടുത്തു, ഒന്ന് പ്രോട്ടീൻ പൗഡർ എടുത്തു കൊടുത്തു, കവചപ്രാശ് എടുത്തു കൊടുത്തു. ഈ രീതിയിൽ എല്ലാ പ്രൊഡക്റ്റുകളും, AD ഷാമ്പു, നമ്മളെ ഭൃംഗരാജ ഹെയർ ഓയില്, അതേപോലെ പേസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഇമ്മ്യൂണോ3+, ഡയലി ഡിറ്റോക്സ്, ഇങ്ങനെ അവരെ ഇഷ്യൂ എന്താ നോക്കിയിട്ട് അതിനുള്ള പ്രൊഡക്റ്റുകളും ഏകദേശം ഇന്നലെ എടുത്തുകൊണ്ട് ഞാൻ 8740 രൂപയുടെ പ്രൊഡക്റ്റ് ഈ മാസം അവർക്ക് ഉപയോഗിക്കാൻ എടുത്തു കൊടുത്തു.
3 മാസത്തിന് അവർക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ എത്ര രൂപക്കായി? 20,000 അടുത്തായില്ലേ? പിന്നെ എന്തിനു നമ്മൾ ബേജാറാവണം? 35,000 രൂപക്ക് ബിസിനസ് വന്നാൽ ഒരു പേടി പേടിക്കണ്ട. എനിക്ക് നിങ്ങളോട് ബൾക്ക് പർച്ചേസിങ് നമ്മൾ ആരും എന്ത് ചെയ്യണില്ല, പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷെ ഇത് അത്യാവശ്യമാണ്. ഇത് ബൾക്ക് പർച്ചേസിങ് അല്ല, അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഉപയോഗിച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് റീഗ കൂടെ ഉള്ളത് കൊണ്ട് ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അല്ലെ? നമുക്ക് റീഗ, രാവിലത്തെ റീഗ സെഷൻ, എത്ര കുറച്ച് വ്യക്തികളാണ് നമ്മൾ റീഗയിൽ കയറുന്നത് നിങ്ങളൊന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതൊന്നും മനസ്സിലാവാത്തത് എനിക്കറിഞ്ഞൂടാ. 350 രൂപ കൊടുത്ത് നമുക്ക് ആ റീഗ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്, എത്ര 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 നല്ല നല്ല ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം വാല്യുബിളായ മെസ്സേജുകൾ നമുക്ക് തരുന്നുണ്ട്, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കും നമുക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് എന്റെ ബിസിനസ്, എന്റെ ബിസിനസ്സിൽ ഇത്ര ഡോക്ടേഴ്സ് രാവിലെ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി. ഇത് കേൾക്കുന്ന സമയത്ത് അവരെ മുഖത്തുള്ളൊരാണ് ഇത് കുഴപ്പമില്ല. മറ്റൊരുപാട് നെറ്റ്വർക്ക് നമ്മളെ നാട്ടിലുണ്ടെങ്കിലും അതിൽ നിന്ന് 100% അതിനെക്കാട്ടിലും ഇത് ഡിഫറൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. കാരണം ആ ബിസിനസ്സിൽ ഒന്നും തന്നെ ഇതുപോലത്തെ കെയറിങ്ങോ ഇതുപോലത്തെ ടീം സപ്പോർട്ടോ അപ്ലയൻസ് നമ്മളെ കൂടെ നിൽക്കലോ ഒന്നുമില്ല. നമ്മളത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അതിനെന്ത് വേണം? മറ്റ് ഫീൽഡിലുള്ള നെറ്റ്വർക്കുകളെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളതിന്റെ വലിപ്പം നമുക്കറിയണമെങ്കിൽ മറ്റുള്ളതിന്റെ ഒരു ആഴം എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാലല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സോറി. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടണം. ഈ ബിസിനസ്സിൽ നമ്മൾ സ്വന്തമായിട്ട് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നെ കൊണ്ട് അതിന് കഴിയും, ഞാൻ അതിന് പ്രാപ്തരാണ്, ഇതിന് ഞാൻ മാറ്റങ്ങൾക്ക് തയ്യാറാണ്. എത്രത്തോളം ഞാൻ ഇതിലൂടെ മാറണം, ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ മാറണം, അതെല്ലാം ഞാൻ മാറാൻ തയ്യാറാണ്. ഞാൻ മാറാൻ തയ്യാറാണ് എന്നൊരു തീരുമാനം ഞാൻ എടുത്താൽ മാത്രം പോരാ, അതിന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക തന്നെ വേണം. എന്താണോ ഇതിൽ മാറ്റേണ്ടത് അതിനു വേണ്ടി ഞാൻ എൻ്റെ 2 മക്കളെ ഒഴിച്ച് ഈ ഭൂമിയിൽ എന്ത് മാറ്റം വരുത്തേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ് മാറ്റാൻ. കാരണം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നല്ലതല്ലാതെ നമ്മൾ അത്രയും നമ്മളോട് പറഞ്ഞു തരുന്നില്ലല്ലോ. ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിന് നമ്മൾ എന്ത് വേണം? പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിജയിച്ച ആളുകളുടെ സ്റ്റോറി നമ്മൾ കേൾക്കണം. അതിന് ഇഷ്ടം പോലെ യൂട്യൂബിൽ നമുക്ക് അതിനുള്ള വീഡിയോസ് ഉണ്ട്, ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. ബുക്കുമായി വിജയിച്ച ഏതൊരു വ്യക്തിയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ബുക്കാക്കിയിട്ടുണ്ട്. ആ വിജയിച്ച വ്യക്തിയുടെ ഏറ്റവും ഹൈ ലെവൽ വിജയിച്ച ആളുകളുടെ ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ആ ബുക്ക് അവര് ജീവിതകാലം മുഴുവനും അനുഭവിച്ച ബുക്കാണ്, വർഷങ്ങളായിട്ട് എഴുതിയെടുത്ത ബുക്കാണ് നമ്മളെ മുന്നിൽ വരുന്നത്. ആ ബുക്കിന്ന് ഒരു 15 പേജ് ഒരു ദിവസം നമ്മൾ വായിക്കാൻ തയ്യാർ, അല്ലെങ്കിൽ 30 മിനിറ്റ്, അരമണിക്കൂർ സമയം നമ്മൾ വായിക്കാൻ തയ്യാറായാൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴികൾ അതിൽ തന്നെ ഉണ്ട്. അത് വായിക്കാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ജീവിതത്തിൽ നമുക്ക് നമ്മളേതായ വട്ടക്കൂട്ടിൽ ചിട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നിട്ട്, അത് നമുക്ക് നമ്മളുടെ മനോജ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാത്രം നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്താൻ കഴിയുന്നില്ല. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരാളില്ലാതെ ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ കഴിയൂല എന്നൊരു തീരുമാനം. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും, എന്റെ അപ്ലൈമാരുണ്ടാവും, എന്റെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ 9:30, 10, 11, 12 മണിക്ക് പോലും അലനല്ലൂര്, മേലാറ്റൂര് ആ ഭാഗത്തുനിന്ന്, വയനാട് ആ ഭാഗത്തുനിന്ന്, എന്താ പറയാ, എത്ര ദൂരം നിന്നാണെങ്കിലും ഒറ്റപ്പാല ആ ഭാഗത്തുനിന്നൊക്കെ തന്നെ നമുക്ക് നമ്മളുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോരാനും ഒരു പേടി ഞാൻ പേടിക്കാറില്ല. കാരണം എവിടെ വിളിച്ചാലും വണ്ടി സ്റ്റക്കായോ, അതല്ലെങ്കിൽ വണ്ടിന്റെ ടയർ പഞ്ചറായോ, അല്ലെങ്കിൽ എണ്ണ കഴിഞ്ഞ് കട്ടാവോ, ഇങ്ങനത്തെ ഒരു പേടി നിന്നെ സംബന്ധിച്ചില്ല. കാരണം ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ എവിടെ നിന്നാണെങ്കിലും പറന്ന് നമ്മളെ മക്കളെത്തും. നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ റോഡരികിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണത്. നമ്മൾ എവിടെ പോയാലും ഒരിക്കലും നമ്മൾ കുടുങ്ങൂല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എയിലെ പോയാലും ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നട്ടപ്പാതിരക്കൊക്കെ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും. വീട്ടിലുള്ളവർക്ക് ഒരു പക്ഷേ ടെൻഷൻ ഉണ്ടാവും ചില സമയത്ത്. അതേപോലെ നമ്മൾ പല രീതിയിൽ ബിസിനസ് ചെയ്ത് പോരുന്ന സമയത്ത് പല ടെൻഷനുള്ള രീതിയിൽ, പല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ റോഡരികിൽ കാണാറുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്റെ ലക്ഷ്യം എന്താണ്?
എനിക്കിതിൽ രക്ഷപ്പെടണം, എന്റെ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരണം, അവർക്ക് വേണ്ടി വരുമാനം കാണിച്ചു കൊടുക്കണം, അവരെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കണം, അതിലൂടെ എനിക്കും നല്ലൊരു പൊസിഷനിൽ എത്തണം. അതിന് വേണ്ടിയിട്ട് രാവോ പകലോ എന്റെ മുന്നിൽ ഒരു വ്യത്യാസമല്ല, ഞാൻ ഫുൾ ടൈം വർക്കിലാണ്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ട് നിങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങ്. നമ്മളോട് മനോജ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് കാര്യം നേടിയെടുക്കും നമ്മൾ എഴുതി വെക്കണം എന്നുള്ളത്. നമ്മൾ ഇതിലൂടെ കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം നേടിയെടുക്കും എന്നൊരു വിശ്വാസം ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെക്കും. അതിനൊരു ഇളക്കം തട്ടരുത്, അതിന് നമ്മളൊരു മാറ്റം വരുത്തരുത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ അത് അർപ്പിക്കണം. നമ്മളിൽ തന്നെ അത് അർപ്പിക്കണം. നമ്മളുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കണം. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും അതിലൊരു മാറ്റം നമ്മൾ വരുത്തരുത്. എന്തൊക്കെ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കണം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കണം എന്നൊരു വിശ്വാസം നമുക്ക് വേണം. നമുക്ക് എന്താ പറയാ, എനിക്ക് ഇനി കൂടുതലൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങനെ പോയാൽ മതി, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനമുണ്ട്, ഇതിലൊതുങ്ങിയിട്ട് അങ്ങനെ ജീവിതം പോയാൽ മതി. ഇങ്ങനത്തെ ആളുകളെ നമുക്ക് മാറ്റാൻ കഴിയൂല. അവരെ നിങ്ങൾ ഇതുപോലെ നമ്മൾ നല്ല നല്ല പ്രോഗ്രാമുകൾ, RTP പോലത്തെ സെഷനുകൾ, അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ കേൾപ്പിക്കണം. അവരുടെ മനസ്സിൽ വിശ്വാസം കൊണ്ടുവരണം, അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ മുളപ്പിക്കണം. അവർക്കൊരു ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം കൊടുക്കണം. എനിക്കും സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞ് ഇനി അങ്ങനെ പോയാൽ മതി എന്നൊരു തീരുമാനത്തിലായിരുന്നു. സ്വപ്നങ്ങൾ ഉണ്ടാക്കിയത് എന്റെ അപ്ലയൻസ് ആണ്, വിശ്വാസം തന്നതും എന്റെ അപ്ലയൻസ് ആണ്. ഇത് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തോടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്. നമ്മളെ മുന്നിൽ ഒരുപാട് നേടാനുണ്ട്, ഒരുപാട് വഴി ഇനിയും ദൂരം പോകാനുണ്ട്. നമ്മള് ജീവിച്ച വർഷത്തിൽ ഒരു പ്രധാനമല്ല, ഇത്ര കാലം ഞാൻ ജീവിച്ചു, ഇത്ര കാലം ഞാൻ ഈ നാട്ടിൽ ജീവിച്ചു പോന്നു, അല്ലെങ്കിൽ അതിൽ ഒരു പ്രധാനമല്ല. നേരെ മറിച്ച് നമ്മൾ വർഷിച്ച ജീവിതത്തിലാണ് പ്രധാനം. നമ്മൾ എത്രത്തോളം നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ പറ്റി, എത്രത്തോളം നമുക്ക് നമ്മളിവിടെ ഇല്ലാതെ ആയാലും ഒരു അടയാളം കാണിക്കാൻ കഴിയും, അതിലാണ് പ്രധാനം. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ആളുകളും പല സംഗതികളും അവര് മരിച്ചു പോയാലും അവരെ കുറിച്ച് വർഷങ്ങൾ 10, 20, 30 വർഷങ്ങൾ കഴിഞ്ഞാലും അവരെ കുറിച്ച് 50 വർഷം 100 വർഷം കഴിഞ്ഞാലും അവരെ കുറിച്ച് പല മഹാത്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരിവിടെ റിസ്ക് എടുത്തതും അവരിവിടെ നേടിയെടുത്തതും അവര് നാട്ടിന് വേണ്ടി ചെയ്തതും നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതും കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറക്കാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കാണാം അല്ലെ. അവരൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്ന പോലെ നമുക്കും നമ്മൾ ഇല്ലാതെ ആയി കഴിഞ്ഞാലും നമ്മളെ പേരെടുത്ത് പറയുന്ന ഇന്നോടത്ത് ഇന്ന ആള് അത് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, നമ്മളൊരു ബ്രാൻഡായി മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ തന്നെ ആവുള്ളൂ. പിന്നെ സത്യസന്ധത, ഈ ഒരു ബിസിനസ്സിന് നമുക്ക് ആദ്യം വേണ്ടതാണ് സത്യസന്ധമായ കാര്യം മാത്രം പറയാം. നമുക്ക് കളവ് പറയണ്ട. പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചോ നമ്മൾ അപ്പേനെ കുറിച്ച് നമ്മൾ പറയും ചില സമയത്ത്. ഇപ്പൊ നമ്മളൊക്കെ ചെല്ലുന്ന സമയത്ത് പറയും ഡോക്ടറാണ്, അത് ഞങ്ങളുടെ ഡോക്ടറാണ്, ഞങ്ങളുടെ ടീമിൽ. നമ്മൾ പറയണ്ട അങ്ങനെ. ഡോക്ടറാണ് അല്ലാത്തൊരു കാര്യം നമ്മൾ പറയണ്ട. നമ്മള് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കോട്ടെ, അവർ ഇതിൽ വന്നിട്ട് ഇത്രയും കാലായി, അവർക്ക് ഇതിനെ കുറിച്ചുള്ള കഴിവുണ്ട്, അറിവുണ്ട്. ഇത് നമുക്ക് ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവരൊരു ഡോക്ടറാണെന്നോ അത് നമ്മൾ ഇല്ലാത്ത മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കണ്ട. നമ്മള് അതേപോലെ തന്നെ ബിസിനസ്സിൽ എത്ര രൂപ വരുമാനം കിട്ടും, നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ നിങ്ങളൊരു കൊല്ലം നിന്ന് കഴിഞ്ഞാൽ 2,10,000 നിങ്ങൾക്ക് ഇതിൽ വാങ്ങാൻ പറ്റും. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയണ്ട. നമ്മൾ ചെയ്യേണ്ടത് 1000 രൂപ ആഴ്ചയിൽ ആദ്യം കാണിച്ചു. ഞാൻ ഇതിൽ വന്നത് 1000 രൂപ ആഴ്ചയിൽ കിട്ടുമെങ്കിൽ എനിക്കിത് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഒറ്റയടിക്ക് നിങ്ങൾ 210 പറഞ്ഞ സമയത്ത് പല ആളുകളും ആ കാരണം കൊണ്ട് ഈ ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാതെ നിന്നിട്ടുണ്ട്. അത് തള്ളാണ്, അത് പല രീതിയിലാണെന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ വന്ന ഒരു 2,10,000 വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാതെ കിട്ടും. പല ആളുകളും നമ്മളതിലുള്ള ചില ലീഡർമാർ പോലും ഈ ബിസിനസ്സിനെ നിർത്തേണ്ട വർക്ക് വരെ എത്തുന്നത്. ഇന്ന ലീഡർ ഇപ്പോഴും വർക്ക് എടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ ആയിഷമ്മയുടെ ഇപ്പോഴും നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിഷാന്ത് സാർ ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ, അൽത്താഫ് സാർ ഇപ്പോഴും നല്ലൊരു റാങ്കിൽ എത്തിയിട്ടും നിരന്തരം അവർ വർക്കിലാണല്ലോ. പിന്നെ എന്നാ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുക? അവർക്ക് പോലും ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പറ്റണില്ല. പിന്നെ നമുക്ക് എങ്ങനെയാ റെസ്റ്റ് എടുക്കാൻ പറ്റും? ഈ ബിസിനസ്സിൽ മുബീൻ സാർ പോലും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മളുടെ ടീമിനോട് നമുക്ക് കടപ്പാടുണ്ട് അല്ലെ. നമുക്ക് നമ്മളെന്തെങ്കിലും ഒന്ന് ആയി വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വരുമാനം വാങ്ങിക്കാൻ കഴിഞ്ഞു വിചാരിച്ച് നമ്മൾ വീട്ടിലിരിക്കാനല്ല, സത്യസന്ധമായിട്ട് ചെയ്യണം. സത്യസന്ധമായ രീതിയിൽ ഹലാലായ മാർഗത്തിൽ നമ്മളെ നല്ല മനസ്സോടുകൂടെ ന്യായത്തിന്റെ വഴി നമ്മൾ മുന്നോട്ട് പോയ ഒരു സ്വത്തെ നമുക്ക് ദീർഘകാലം നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ.
അതല്ലാതെ മറ്റുള്ളവർ പണിയെടുത്ത് നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി വീട്ടിലിരുന്ന ദീർഘകാലം ദൈവം തമ്പുരാൻ നമുക്കത് തരൂല. നമ്മളുടെ മനോജ് സാറ് ഇന്ന് നമ്മളുടെ SBGയിൽ ഏറ്റവും കൂടുതൽ ഇന്നും എഫേർട്ട് ഇടുന്നതും ഏറ്റവും കൂടുതൽ ഇന്നും വർക്ക് എടുക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നുണ്ട് മനോജ് സാറാണെന്നുള്ളത്. മനോജ് സാറിനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏത് വ്യക്തികളും നമ്മളുടെ ഏത് ലീഡർമാരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അവരൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ മനോജ് സാറിനെ മറികടന്നിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ, മനോജ് സാറിന് എന്നാ വീട്ടിൽ അങ്ങനെ ഇരുന്നാ പോരെ, നമുക്കൊക്കെ നമ്മൾ ഇവിടെ ചെയ്യൂലേ എന്ന രീതിയിലല്ല. ഓരോ ദിവസം നമുക്ക് ഓരോ NDOകൾ തരുന്ന സമയത്ത് അതിന് വേണ്ട സ്ലൈഡ് നമ്മളുടെ അപ്ലയൻസ് ഉണ്ടാക്കുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ കിട്ടിയ സ്ലൈഡ് നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മളുടെ ടീമിന് കൊടുക്കാൻ വേണ്ടത് അല്ലേ. ഓരോ കാര്യങ്ങളും ഓരോ NDO വരുന്ന സമയത്തും ഞാൻ എന്റെ ലീഡേഴ്സിനെ കുറിച്ച് ഞാൻ അഭിമാനം തോന്നാറുണ്ട്. കാരണം ഓരോ 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 NDOകൾ കൊടുക്കുന്ന സമയത്തും പുതിയ 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 സ്ലൈഡുകൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കഷ്ടപ്പാട് നമുക്കറിയില്ല. അത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിന്റെ കഷ്ടപ്പാട് എത്ര ഉണ്ടെന്ന് അറിയില്ല. നമ്മളുടെ മുന്നിൽ ആറ്റിക്കുറുക്കി കൊണ്ടുവന്ന ഒരു NDOയിൽ പങ്കെടുക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് അന്ന് അമ്മായിന്റെ കല്യാണമായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് അടിയന്തരമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടേതായ രീതിയിൽ ഒതുങ്ങിക്കൂടിയിട്ട് ഈ ബിസിനസിനെ പഠിക്കാൻ തയ്യാറാവണില്ല. നേരെ മറിച്ച് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും എന്റെ ബിസിനസിന്റെ NDOകളും എന്റെ ബിസിനസിന്റെ BOPകളും എന്റെ ബിസിനസിന്റെ RTPകളും എന്റെ ബിസിനസ്സിൽ പല പ്രോഗ്രാമുകൾ ഉള്ള ദിവസം GTSകളൊക്കെ ഉള്ള ദിവസം എന്തും മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ബിസിനസിനെ കാണുന്ന സമയത്ത് മാത്രമുള്ളൂ നമുക്ക് വേണ്ട രീതിയിൽ ദൈവം തമ്പുരാനും കൂടെ നമുക്ക് ഇതില് നല്ല രീതിയിൽ ഉയരങ്ങളിൽ നമ്മളെ എത്തിക്കൊള്ളും. അത് പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ ബിസിനസ്സില് കുറച്ചൊരു ലീഡർ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്ക് നമ്മൾ കണ്ടുവരാറുള്ളത് ഒരു എന്താ പറയാ, ഞാനൊരു ലീഡറായി എന്നൊരു തോന്നൽ. ഞാൻ വലിയ ലീഡറായിട്ടുണ്ട്, ഞാൻ പറയുന്നത് എന്റെ ടീം കേട്ടേ പറ്റുള്ളൂ. അപ്പൊ തുടർന്ന് നമ്മൾ ടീമിനെ ആജ്ഞാപിക്കല്, പല കാര്യങ്ങളും ടീമിനോട് കർശനമായിട്ട് പറയും. നമ്മളൊരു ലീഡറായി എന്നത് എന്താ, ഞാനല്ലേ നിങ്ങളെ ലീഡർ എന്നൊരു ഭാവം, ഒരു എന്താ പറയാ വലിയ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് എന്നൊരു ഭാവം. നമ്മളുടെ റാങ്ക് നമ്മൾ ഒരിക്കലും നമ്മളെ റാങ്ക് ഒന്നുമല്ല, നമ്മളിപ്പോ നേടിയെടുത്ത റാങ്ക് ഒന്നും അല്ല. എന്റെ RTC ഞാൻ മാറ്റി വെച്ച് വെറും BOPകളിൽ മാത്രമേ ഞാൻ RTC ഉപയോഗിക്കാറുള്ളൂ. അതല്ലാതെ ഞാൻ വെറും ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്നും ഞാൻ അന്ന് ചെയ്ത പോലെ ഒരാളെ വട്ടുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകും, അവർക്ക് കൊടുത്ത പോലെ ലിസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കും, അവർക്ക് കൊടുത്ത ഞാൻ ചെയ്ത പോലെ തുടക്കത്തിൽ ചെയ്ത പോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. ഒരിക്കലും ഞാനൊരു ലീഡറാണ്, ഞാനൊരു RTC ലീഡറാണ്, ഞാൻ കാര്യങ്ങളൊന്നും ചെയ്യൂല, ഞാൻ ഇന്നേ വരെ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇന്നും ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ചെയ്യുന്നത്. നമ്മളൊരു ലീഡറായി വരുന്ന സമയത്ത് നമുക്ക് ഈഗോ വരും. ഞാനൊരു എന്താ ഓലൊക്കെ മേലെ വന്നതല്ലേ ഞാൻ, എനിക്കെന്താ അങ്ങനെ ചെയ്തൂടെ, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു വെറുപ്പ് അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ സ്വാർത്ഥത, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ തളർത്തേ ചെയ്യുള്ളൂ. സത്യസന്ധമായിട്ട് നമ്മളെ ടീമിന്റെ കൂടെ നിന്ന് അവരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ച് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറയാം. അവർക്ക് സിസ്റ്റത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അവരെ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. മറ്റാളുകളെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ ആളുകളെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ദൈവം തമ്പുരാൻ അതിനുള്ളൊരു റിസൾട്ട് തന്നിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രപഞ്ചം നമുക്ക് വഴിയൊരുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവാണ് ഞാൻ വണ്ടി വാങ്ങിയ കാര്യം തന്നെ, അതിനൊരു തെളിവാണ്. സ്വന്തമായിട്ട് എനിക്ക് ഇതിലൂടെ 4 വീലർ വാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും വേണം വാങ്ങിക്കണം എന്നൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിലും അതിന് ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഞാനൊരു സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാൻ ഒരുങ്ങിയ സമയത്ത് ഞാൻ അന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഒരു 5000 രൂപ വാടക കൊടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിനക്കൊരു വണ്ടിയുടെ ആവശ്യം ഉണ്ടാവും, നിനക്ക് ആ സ്കൂട്ടർ പോരെ, എന്തിനാണ് ഇപ്പൊ ഒരു കാറ്. അതിന് എന്റെ കൂടെ നിന്ന് എനിക്ക് സാക്ഷിയായിട്ട് ഒപ്പിട്ട് തരാൻ വരെ ഒരാളില്ലായിരുന്നു. ഒരുപാട് ഞാൻ ആ സമയത്ത് ടെൻഷൻ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രപഞ്ചം വഴിയൊരുക്കി. 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാൾക്കും സാക്ഷി നിൽക്കാൻ പറ്റൂല, നമ്മളെ കൂടെ നിന്ന് സാക്ഷി നിൽക്കാൻ പറ്റൂല. ഒരു കുട്ടി സാക്ഷി ഇല്ലാതെയാണ് എനിക്ക് വണ്ടി വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് അത്രത്തോളം എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട്, ഞാൻ അത് വാങ്ങിയിരിക്കും. ആ സമയത്ത് നമുക്ക് വേറെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ചില ആളുകൾക്ക് ജാമ്യം നിൽക്കാൻ പേടി. എന്താ പേടി എന്നറിയോ? എന്റെ സ്വന്തം ഫാമിലി തന്നെയാണ് കേട്ടോ, അവർക്കൊക്കെ പേടി സ്വന്തം കാർഡ് പോകുമോ, ജാമ്യം നിന്നാല് സ്വന്തം കാർഡ് ഇല്ലാതെ ആയാലോ.
ചുമന്ന കാർഡ് ഇല്ലാതെ ആവണം നമ്മളത്. അപ്പോഴുള്ളൂ നമുക്ക് ഇതിലൂടെ വിജയിച്ചു എന്ന് പറയാൻ പറ്റുക. ഇന്ന് നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് നമ്മൾ ചുവന്ന കാർഡിന്റെ അരി വാങ്ങിയിട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താ അതിലൂടെ നേടിയെടുത്തത്? നമ്മൾ ദാരിദ്ര്യരേഖക്ക് മുകളിൽ വരണം. അതിന് വേണ്ടിയിട്ട് കാർഡ് പോയാൽ എന്താ? ആ കാര്യത്തിലൊന്നും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തം പാർക്കാനൊരു വീടില്ല. ഞാൻ പറഞ്ഞു എന്നെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഞാൻ ആ കാറിൽ ഇറങ്ങിക്കൊണ്ട്, എന്നാൽ എനിക്ക് വണ്ടി നേടിയേ പറ്റുള്ളൂ. എനിക്ക് എന്റെ കുട്ടികളെ ഇതിലൂടെ നല്ലൊരു വഴി എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാടക വീട്ടിൽ നിന്ന് എനിക്ക് വണ്ടിന്റെ അടവും വാടക വീടും താങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് അത്. സത്യസന്ധമായ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ആ കാറിൽ എന്റെ കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരും ഇറക്കി വിടൂലല്ലോ. ഇത് പറഞ്ഞ് മുന്നോട്ട് പോയതാണ്. അന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്? എനിക്കൊരു വണ്ടി വാങ്ങണം. ഇപ്പൊ എന്റെ മനസ്സിലുള്ള ആഗ്രഹം സ്വന്തം വണ്ടി എനിക്കായി. അതേപോലെ സ്വന്തം വീട്, ചെറുതാണെങ്കിൽ സ്വന്തം ഒരു വീടായി. എന്റെ മനസ്സിലുള്ള ആഗ്രഹം, എന്റെ വീട് എന്റെ മനസ്സിൽ സ്വപ്നത്തിലുള്ള വീടേ അല്ല. താൽക്കാലികമായിട്ട് എനിക്ക് താമസിക്കാൻ ഒരാളും ഇറക്കി വിടാത്ത സ്വന്തമായിട്ടൊരു വീട് എനിക്ക്. എന്റെ മനസ്സിലുള്ള വീട് ഇതൊന്നുമല്ല. ആ വീട് ഇതിലൂടെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. വൈകാതെ ഞാൻ അതും ഇതിലൂടെ നേടിയെടുക്കും. അതേപോലെ എന്റെ മനസ്സിലുള്ള വാഹനം ഇതല്ല. എന്റെ മനസ്സിലുള്ള വാഹനം നല്ല നല്ല ലക്ഷറി, എവിടെയെങ്കിലും നമ്മളൊന്നും ചെന്ന് കഴിഞ്ഞാല് നമ്മളെ എടുത്തു കാണിക്കുന്ന രീതിയിൽ നമ്മള് ആയിഷ നമ്മളെ ടൈലർ കഴിഞ്ഞത് അത് ഇപ്പൊ ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് ഓളിപ്പോ ഒരു ബിസിനസ് കൊണ്ട് ഇറങ്ങിക്കണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ പറയുന്നത് എന്താണ്? അങ്ങാടിയിൽ ഞാൻ പച്ചക്കറി വാങ്ങാൻ ഞാൻ കാറെടുത്താ പോലെ, ഞാൻ ഏത് സാധനം വാങ്ങാൻ, ഒരു മീൻ വാങ്ങണമെങ്കിൽ ചിക്കൻ വാങ്ങണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കാറെടുത്താ പോലെ. ഇപ്പൊ അവരോരോരുത്തരും പറയും ഓള് ഇതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഓക്ക് അതിനുള്ള കഴിവുണ്ട്, അത് കണ്ട് നമ്മളെല്ലാരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ജയിച്ചോളണമെന്നില്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് തവണ ആളുകളോട് പറഞ്ഞ് റിജക്ട് ചെയ്ത ആളുകൾ ഇന്ന് എന്റെ ടീമിൽ നിന്ന് തന്നെ മറ്റാളുകൾ സംസാരിച്ചതിലൂടെ എന്റെ പോസ്റ്റർ കാണിച്ചത് നിങ്ങളെ നാട്ടുകാരത്തി ആയിഷ ചെറുകുട്ടുകാരത്തിയാണ്, ഇവൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്ക്യൂസും പറയാതെ 35,000 രൂപ എടുത്തു കൊടുത്ത ആളുകളും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിനു വേണ്ടി നമ്മൾ കൂടെ നിന്ന് ഇനി നമ്മൾ ഇതിലൂടെ നേടിയെടുക്കേണ്ടത് 2,10,000 ഇതാ പോണ് 2,10,000 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരെ മുന്നിൽ 2,10 നേടിയെടുത്ത് തുറന്നൊരു വാഹനത്തിൽ അവരെ മുന്നിലൂടെ ഇതാ ബിസിനസ് വുമൺ ആയിഷ, ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുന്ന ബിസിനസ് വുമൺ എനിക്കത് പറയിപ്പിക്കണം. ചെറുകോട് എന്റെ അങ്ങാടിയിൽ തന്നെ അതിന് എന്റെ ഒരു പേര് വെച്ച് ഒരു കോട്ടിട്ട് വലിയൊരു ഫ്ലക്സ് അടിച്ച ഒരു ഫോട്ടോ കൂടെ വരണം. ഇതും കൂടെ കണ്ടെങ്കിലേ ആയിഷാക്ക് ഈ ബിസിനസ്സിൽ സമാധാനം കിട്ടുള്ളൂ. എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി നിങ്ങൾക്കൊരു വാശി വേണം. വിജയിക്കണം എന്നൊരു വാശി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. നിങ്ങളെ നാട്ടിൽ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും മുന്നിലൊക്കെ വിജയിച്ച് കാണിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ ഒരു സംഗതി നമ്മളുടെ മുന്നിലില്ല. കാലഘട്ടത്തിനനുസരിച്ച് അതിശക്തമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഏതൊരു കാര്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ എന്ന് ട്രേഡ് യൂണിയൻ ആയിക്കോട്ടെ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് കച്ചവടത്തിനാണ് നമുക്ക് സേഫ്റ്റി ഉള്ളത് അല്ലെ? നമ്മളുടെ ബിസിനസ്, നമ്മളെ പ്രൊഡക്റ്റിന് എന്തെല്ലാം സെക്യൂരിറ്റിയാണ് നമുക്കുള്ളത്. എവിടെ കൊണ്ടുപോകണമെങ്കിലും, വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ പോലും എനിക്ക് അഭിമാനമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തേക്കുന്ന സമയത്ത് അത് എന്റെ പ്രൊഡക്റ്റ് ആണ്, അതിന് നല്ല സെക്യൂരിറ്റി ഉണ്ട്. എവിടെ കൊണ്ടുപോയാലും നമുക്ക് സത്യസന്ധമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ ഒരു പേടിയില്ല. കാരണം എന്താണ്? നമ്മൾ വിൽക്കുന്നത് കഞ്ചാവോ കണ്ണി കണ്ട കാര്യങ്ങളോ അല്ല. ഈ ജീവിതം അല്ലെങ്കിൽ പച്ചക്കറി ഒന്നും വേണ്ട. പച്ചക്കറി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവരുന്ന പച്ചക്കറിയിൽ അമിതമായിട്ട് അതിൽ വിഷടിച്ചിക്കണോ നമുക്കറിയില്ല, ഇല്ലല്ലോ. അത് നമ്മളൊരാൾക്ക് അതേപോലെ മീൻ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അതില് നമുക്ക് എന്താ പറയാ, മീനിൽ ഫോർമാലിൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. ചില സമയത്ത് നമ്മൾ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നിൽക്കാതെല്ലാം വയറിളക്കം വരാറുണ്ട്. നമ്മൾ വിറ്റ മീനിനാണ് ഇറങ്ങാട് പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും ഒരിക്കലും ആ പ്രശ്നം നിങ്ങൾക്ക് സംഭവിക്കൂല. സെക്യൂരിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ്, സെക്യൂരിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മളുടെ അപ്ലൈൻ നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളെ ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് മൈലൈഫ് എന്ന കമ്പനിയിൽ തന്നെ എടുത്തു കാണിക്കുന്ന ഒരു സിസ്റ്റമായിട്ടുള്ള സക്സസ്ബറി ഗ്ലോബൽ എന്നൊരു സിസ്റ്റത്തിന്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നിന്നിട്ടുള്ളത്. നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറും ലതാ മേഡം നമ്മളെ തലപ്പത്തിരുന്ന് നമ്മളെ നയിക്കാനുണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്നിട്ട് ഈ സിസ്റ്റത്തിന്റെ കൂടെ നിന്നിട്ട് അങ്ങനെയുള്ളൂ ഇങ്ങനെയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവര് മറ്റ് സിസ്റ്റം പല കാലത്തും പല മൈലേജ് സ്റ്റൈൽ വന്ന സമയത്ത് അവരെ കൂടെ അത്രയും കൊല്ലായിട്ട് വർഷങ്ങളായിട്ട് നേടിയെടുത്തത് നമ്മൾ ഇപ്പൊ ഇന്നലെ വന്ന ടീം കയറി വന്ന 7 കൊല്ലം ഈ ടീം ഉണ്ടാക്കിയെടുത്ത ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
അതിനെ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റ് വർഷങ്ങളായിട്ട് വന്ന ഒരു ടീമിനെ വെച്ച് നമ്മളെ ടീമുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഈ ഇത്ര കാലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ സക്സസ് സ്റ്റോറി നേടി, അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഒതുങ്ങി നിന്ന് നമുക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം ദൈവത്തിനോട് നന്ദി അറിയിക്കുകയാണ്. അത്രത്തോളം ഈ സക്സസ് സ്റ്റോറിയിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നുണ്ട്. ഏത് ടീമിലാണ് നിങ്ങൾ ഉള്ളത്? ഇനി മറ്റൊരു ടീം, നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഏത് ടീമിലാ? ഞങ്ങൾ സക്സസ് സ്റ്റോറിയാണ്. നിങ്ങൾ മനോജ് സാറിന്റെ കൂടെയാണ് അല്ലേ? അപ്പൊ അവർക്ക് കിട്ടാത്ത ഒരു എന്തൊക്കെയോ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പോലും അറിയാം. പക്ഷെ മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾക്കെങ്കിലും നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ മറ്റുള്ള സിസ്റ്റം, മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ട് അവരെ നോക്കി നിൽക്കുക, അവനവന്റെ ടീം എന്താ ചെയ്യുന്നത് നോക്കാതെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ടീമിനെ നോക്കുക. ഞാൻ ചെയ്യാറുള്ളത് അതാണ്. എനിക്ക് ക്രോസ് ലൈനോടായിട്ടോ ആരായിട്ടും ഒരു വെറുപ്പോ ഒരു എതിർപ്പോ ഒരു ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഹായ് കൂയി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നല്ലാതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുന്നല്ലാതെ ഞാൻ എന്റെ അപ്ലൈന്മാർക്ക് ഞാനൊരു ക്രോസ് ലൈനായിട്ട് സംസാരിച്ചിട്ടൊരു പ്രശ്നം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്താറുമില്ല. ഞാൻ എന്റെ അപ്ലൈനോട്, എന്റെ മെന്ററോട്, അല്ലെങ്കിൽ എന്റെ അതിന്റെ മുകളിലുള്ള അപ്ലൈമാരോട് എന്റെ ഡൗട്ടുകളും എന്റെ പ്രശ്നങ്ങളും എന്റെ പരാതികളും ഒക്കെ ഞാൻ അവരോട് പറയും. അതല്ലാതെ വേറൊരാളോട് ഞാനിത് പറയാൻ പോകാറില്ല. നിങ്ങളും നിങ്ങളുടെ അപ്ലൈനും നിങ്ങളെ മെന്ററും നിങ്ങളുടെ സിസ്റ്റം ഇത് മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇതിലൂടെ വിജയിക്കാൻ കഴിയും. എന്നെ ഇത്രയും സമയം ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇതിലൂടെ ഒറ്റക്കെട്ടായി വിജയിക്കാൻ കഴിയട്ടെ, നമുക്ക് എല്ലാവർക്കും ഉന്നത വിജയങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വളരെ അധികം സന്തോഷം.